എല്ലാവർക്കും എഴുതാപ്പുറത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഹാഫ് ഇയർലി റൗണ്ട് അപ്പ് ഓഫ് നമ്മുടെ റീഡ്സ്. കഴിഞ്ഞ തവണ നമ്മൾ മലയാളം പുസ്തകങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഇനി അധികം ഇംഗ്ലീഷ് പുസ്തകങ്ങളില്ല, എന്നാലും ഉള്ള പുസ്തകങ്ങൾ കൊണ്ട് ഓണം എന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇത്തവണ ഒരാളെല്ലാം പറയുന്നതിന് ഒരു വിൽ ടേക്ക് ടേൺസ്. അപ്പോൾ ഞാൻ ആദ്യം വായിച്ചത് ഒരു കുറേ നാളായിട്ട് വായിക്കണം എന്ന് വിചാരിച്ച ഒരു സാധനമാണ് കേർട്ട് വോണഗട്ടിന്റെ സ്ലോട്ടർ ഹൗസ് 5. അതിന്റെ ഗ്രാഫിക് നോവൽ അഡാപ്റ്റേഷൻ ആണ് വായിച്ചത്. അപ്പം ഈ ആക്ച്വൽ പുസ്തകം ഞാൻ ഓഡിയോ ബുക്ക് കേട്ടതാണ്. എനിക്ക് എനിക്ക് തലയുടെ മുകളിൽ കൂടെ പോയി, എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് ആകെ ഓർമ്മ വരുന്നത് അതിലൊരു ക്യാച്ച് ലൈൻ ഉണ്ടായിരുന്നു, ആൻഡ് സോ ഇറ്റ് ഗോസ് എന്നുള്ളത്. അതിങ്ങനെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യും, ആൻഡ് സോ ഇറ്റ് ഗോസ്, ആൻഡ് സോ ഇറ്റ് ഗോസ്. അപ്പോൾ ബുക്ക് വായിച്ചപ്പോൾ, ഈ ഗ്രാഫിക് നോവൽ വായിച്ചപ്പോഴാണ് ആ പുസ്തകത്തിനെ കുറിച്ചൊരു ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയത്. അഗെയിൻ നമ്മൾ ആൻറ്റൈ വാർ ബുക്സിൽ ഇത് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇറ്റ്സ് എ റിയലി ആൻ ആൻറ്റൈ വാർ ബുക്ക്. അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഒരു മെയിൻ കഥാപാത്രമുണ്ട്. അയാള് പണ്ട് സെക്കൻഡ് വേൾഡ് വാറിൽ US വേണ്ടി ഫൈറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇടയിൽ എപ്പോഴോ ഇയാളെ ഏലിയൻസ് അബ്ഡക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ ഏലിയൻസ് അബ്ഡക്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് അവരുടെ സ്ഥലത്ത് ഇയാളെ ഒരു പെണ്ണിനെയും കൂടെ മൃഗശാലയിൽ കൂട്ടിലിട്ടേക്കുന്ന പോലെ ആളുകൾക്ക് കാണാനും കണ്ടുപഠിക്കാനും വേണ്ടിയിട്ട് ഇയാളെ ഒരു പെണ്ണിനെയും ഒരു കൂട്ടി കൊണ്ടങ്ങ് ഇട്ടേക്കാണ്. അപ്പോൾ അവരതിൻ്റെ അകത്ത് ജീവിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പ്രോക്രിയേറ്റ് ചെയ്യുന്നു, ഒരു കൊച്ചിനെ ഉണ്ടാകുന്നു, എല്ലാം ചെയ്യുന്നു, എല്ലാം ഈ ഏലിയൻസ് കാണുന്നുണ്ട്. പക്ഷേ ഈ പ്രോസസ്സിൽ ആ ഏലിയൻസിന്റെ ആ പ്ലാനറ്റിലെ അല്ലെങ്കിൽ അവരുടെ ഒരു രീതി, ഒരു സ്കില്ല് ഇയാൾക്ക് കിട്ടുന്നു. ഇറ്റ് ഈസ് ബേസിക്കലി ഇറ്റ് ലെറ്റ്സ് ഹിം ഗോ ബാക്ക് ആൻഡ് ഫോർത്ത് ഇൻ ടൈം. അതായത് പുള്ളിക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പുള്ളിക്ക് ടൈം ഇസ് സംതിങ് യു ക്യാൻ ട്രാവൽ. നമുക്ക് നടന്ന് ഒരിടത്ത് പോകുന്നത് പോലെ നമുക്ക് ടൈമിൽ വേറൊരു ടൈമിലേക്ക് പോകാം. അപ്പോൾ അത് കാരണം അവർക്ക് മരണം എന്ന് പറയുന്നതിനോട് വലിയ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ മരിച്ചു കഴിഞ്ഞാലും ആ ടൈമിൽ അവർക്ക് ബാഗിൽ പോയി അവരെ കാണാൻ സംസാരിക്കാം. അപ്പം ഡെത്ത് ഇസ് നോട്ട് സംതിങ് ദാറ്റ് വറീസ് ദം. ഇപ്പോൾ ഒരാൾ മരിക്കുമ്പോൾ അവര് വളരെ മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിട്ട് പറയുന്നതാണ്, ആൻഡ് സോ ഇറ്റ് ഗോസ്. അങ്ങനെ അവർ മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു പാരലൽ ടൈം ലൈനിൽ ഇയാള് സെക്കൻഡ് വേൾഡ് വാറിൽ പോയി ഫൈറ്റ് ചെയ്യുന്നതും അതിലെ ആളുകളുടെ മരണം കാണുന്നതും അതിൽ കുറച്ച് ശത്രുക്കൾ ഉണ്ടാക്കുന്നതും അങ്ങനെ പല പല കഥകളുമായിട്ട് പോകുന്നതാണ്. അപ്പം അത് ആ വാറിന്റെ ഭാഗത്തിൽ ഒരു ഭയങ്കര സ്ട്രോങ് ആന്റൈ വാർ മെസ്സേജ് ഉണ്ട്. അപ്പം അഗൈൻ എനിക്കിത് പ്രോസ് വായിച്ചപ്പം ഇതെനിക്ക് എന്നെ പിടിച്ചിരുത്തിയില്ല. പക്ഷേ ഈ ഗ്രാഫിക് നോവൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. highly recommend reading and if possible looking at that graphic novel. ആർക്കെങ്കിലും ഒരു ബുക്ക് എടുത്ത് പറയാം? ഞാൻ പറയാം. ഓക്കെ, കേർട്ട് വോണഗട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. മറ്റേ നമ്മുടെ ഒരു ഷോർട്ട് സ്റ്റോറി ഉണ്ടായിരുന്നു, ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറഞ്ഞിട്ടൊരു പഴയ ഷോർട്ട് സ്റ്റോറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഇതുപോലെ തന്നെ ഈ മറ്റേ പുള്ളി മിക്കവാറും എഴുതുന്ന സയൻസ് ഫിക്ഷൻ ടൈപ്പ് സംഭവങ്ങളല്ലേ, ഒരു ഡിസ്റ്റോപ്പിയൻ ടൈപ്പ് ആടി. അതിനകത്ത് ഇതുപോലെ ഞാൻ വായിച്ച ബുക്കിനെ പറ്റി പറയല്ല, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാണ്. അതിനകത്ത് ഈ ഒരു ഫ്യൂച്ചറിൽ എല്ലാവർക്കും ഒരുമാതിരി ഇൻഡെഫിനിറ്റ് ലൈഫ് സ്പാനാണ്. അതുകൊണ്ട് മരണം വളരെ ഇൻഡെഫിനിറ്റ് ലൈഫ് സ്പാൻ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എക്സ്റ്റെൻഡഡ് ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് ഈ ലോഞ്ചവിറ്റി ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഒരാൾ ജനിക്കണമെങ്കിൽ മറ്റൊരാൾ വോളണ്ടറിലി മരിക്കാൻ തയ്യാറാവണം. അങ്ങനെ ഒരു കാലമാണ്. അപ്പോൾ ഈ അതിനെന്തോ ഒരു ഫെഡറൽ ബ്യൂറോ ഓഫ് ടെർമിനേഷനോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ഈ കഥ തുടങ്ങുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു പുള്ളിക്കാരി, ഒരു ഗൈനക്കോളജി വാർഡാണ് തൊട്ടപ്പുറത്ത്. അവിടെ ഒരു പുള്ളിക്കാരി ഷീ ഈസ് അബൌട്ട് ടു ഗീവ് ബർത്ത് ടു ട്രിപ്ലെറ്റ്സ്. പക്ഷേ അതിലൊരാളെ നിർത്താൻ പറ്റുള്ളൂ. കാരണം ഇവരുടെ മെറ്റേണൽ, ഈ പുള്ളിക്കാരുടെ അച്ഛൻ മറ്റേ വോളണ്ടിയർ ചെയ്തിട്ടുണ്ട്, പുള്ളി പൊയ്ക്കോളാമെന്ന്. അപ്പോൾ ഈ ഒരു കുഞ്ഞിനെ വെക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ രണ്ടുപേരും കൂടി വേണം മറ്റേ കുട്ടികൾക്ക് വെളിച്ചം കാണണമെങ്കിൽ. ഇത് നമ്മൾ ഇവരെയൊന്നും കാണുന്നില്ല, അത് പുറത്ത് രണ്ടുപേര് ഇന്ന് സംസാരിക്കുന്നതിലൂടെയാണ് കഥ പോകുന്നത്. അവർ രണ്ടുപേരും കുറച്ച്
എന്താ പറയുക, കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ്. ആൻഡ് ഇവൻച്വലി അവർ ദേ അൺഅലൈവ് ദംസെൽസ് ആൻഡ് ആ കുട്ടികൾ ജനിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കഥയാണ്. അപ്പോൾ ഇങ്ങനെ ഞാനിതുപോലെ സ്ലോട്ടർ ഹൗസ് 5 ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനിതുപോലെ വായിക്കാനെടുത്തതാണ്. എനിക്ക് ആദ്യത്തെ 2 പേജ് എങ്ങാണ്ടാണ്, അതും എനിക്ക് ഓർമ്മ തന്നെ ഇല്ല എന്തൊക്കെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യം, എന്തിനെ പറ്റിയാന്ന് പോലും അറിയില്ല. ഇതുപോലെ തന്നെയായിരുന്നു മറ്റേ ഫാരൻഹീറ്റ് 451 എടുത്ത് ഇനിയിപ്പോൾ ഒന്ന് വായിക്കണം. ഗ്രാഫിക് നോവലല്ലേ വായിച്ചു എന്ന് പറഞ്ഞേ? ഗ്രാഫിക് നോവലാണ് എന്തായാലും വായിച്ചത്. അപ്പം നോക്കട്ടെ, ലൈബ്രറി കിട്ടുവാണെങ്കിൽ വായിക്കാം. ഞാൻ വായിച്ച ബുക്കിൽ ഒരെണ്ണം, ഈ കൊല്ലം ആകെ 7 ബുക്കാണ് വായിച്ചിട്ടുള്ളൂ ഇംഗ്ലീഷ്. അത് അതിനകത്ത് 4 ഓഡിയോ ബുക്കായിരുന്നു, 3 ആണ് ഫിസിക്കൽ ബുക്സ് ഉള്ളത്. അതിലൊരെണ്ണം ഏതോ ഇൻസ്റ്റാഗ്രാം ഫീഡിനകത്ത് കണ്ടിട്ട് വാങ്ങിയതാണ്. വിവേക് ഷാൻബാഗിൻ്റെ ഗച്ചർ ഗോച്ചർ എന്നൊരു പുസ്തകമായിരുന്നു. അപ്പോൾ കേട്ടിട്ടുണ്ടാവും. അതൊരു പുള്ളിയൊരു കന്നഡയിൽ അത്യാവശ്യം നന്നായിട്ട് നല്ല ഷോർട്ട് സ്റ്റോറീസ് എഴുതുന്ന ആളാണ്. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഷോർട്ട് സ്റ്റോറി എന്നേ പറയാൻ പറ്റുള്ളൂ. പുസ്തകത്തിന് വളരെ ചെറിയ ബുക്കാണ്, 100-120 പേജുള്ള ബുക്കാണ് അത്. മറ്റേ അതിനകത്തെ കഥ എന്ന് പറയുമ്പോൾ ഒരു 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 ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി, അച്ഛൻ അച്ഛൻ്റെ അനിയൻ, അതായത് ചിക്കപ്പ എന്നാണ് ഈ നരേറ്റർ അയാളെ വിളിക്കുന്നത്, ചിക്കപ്പ. ഈ നരേറ്ററിൻ്റെ അനിയത്തി, അമ്മ, 5 അംഗ കുടുംബമാണ്. വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അതായത് അച്ഛന് ജോലി ഉണ്ടായിരുന്നു. അച്ഛനൊരു ഈ മറ്റേ ടീ മറ്റേ എന്തോ സപ്ലൈ ടീ എന്താ പറയുക ഡിസ്ട്രിബ്യൂഷനിലെ കമ്പനിയിലായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനകത്ത് പുള്ളി ഇങ്ങനെ ചുമ്മാ ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ കാര്യങ്ങളും സപ്ലൈസിൻ്റെ കാര്യങ്ങളും മാത്രം നോക്കി ജീവിച്ചിരുന്നൊരു മനുഷ്യൻ, ഒരു തുച്ഛമായ വരുമാനമൊക്കെയാണ്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം പുള്ളിക്ക് ജോലി നഷ്ടപ്പെടുന്നു. പക്ഷേ ഈ ചിക്കപ്പ ആൾ ഇച്ചിരി സ്മാർട്ടായ മനുഷ്യനാണ്. പുള്ളി എഡ്യൂക്കേറ്റഡ് ആണ്. അച്ഛൻ അയാളുടെ കൂടി എഡ്യൂക്കേഷൻ നോക്കിയിരുന്നു, അനിയൻ്റെ ലൈഫ് കൂടി നോക്കിയായിരുന്നു. അപ്പോൾ ഇങ്ങനെക്ക് ഒരു ബിസിനസ് തരപ്പെടുന്നു. പുള്ളി ഒരു സ്പൈസിൻ്റെ ബിസിനസ്, കേരളത്തിൽ നിന്നും ഒക്കെ പോയിട്ട് സ്പൈസ് എടുത്തിട്ട് അത് ഇവിടെ വിൽക്കുക എന്നുള്ള പരിപാടി. അപ്പോൾ അങ്ങനെ അത് ഭയങ്കരമായിട്ട് അങ്ങ് ഹിറ്റാവും. അവർക്ക് നല്ല വരുമാനം കിട്ടാൻ തുടങ്ങും. ഒരു കുടുംബത്തിലേക്ക് പെട്ടെന്ന് കുറച്ച് പണം വരുമ്പോൾ, അതായത് ക്യാഷ് ഫ്ലോ ഉണ്ടാകുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന ആളുടെ റിലേഷനുണ്ടാകുന്ന മാറ്റത്തിനെ പറ്റിയിട്ടാണ് ഈ കഥ. ശരിക്കും എൻഡിങ് ഒരു സ്ഥലത്തൊരു ക്ലിഫ് ഹാങ്ങർ അല്ലെങ്കിൽ ഒരു ഓപ്പൺ എൻഡിങ് ആണ്. പക്ഷേ നമുക്കത് പതുക്കെ ഫീൽ ചെയ്യും. അതിൻ്റെ റൈറ്റിംഗ് നല്ല, അതിൻ്റെ ട്രാൻസ്ലേഷൻ ഉഗ്രനാണ്. ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ ആ ട്രാൻസ്ലേഷൻ അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ അത് വളരെ ബ്യൂട്ടിഫുൾ ട്രാൻസ്ലേഷനാണ്. അതായത് നല്ല രീതിയിൽ ഇപ്പോൾ നമ്മളൊരു പുറത്തൊരു സാധനം വാങ്ങണമെങ്കിൽ പണ്ടൊക്കെ ഈ തുച്ഛമായ വരുമാനം ഉണ്ടായിരുന്നപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ എല്ലാവരും കൂടി ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. അതായത് ഇന്ന ആൾക്ക് ഇത്രയും രൂപ എന്ന് പറഞ്ഞ ബഡ്ജറ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഞാൻ 10 രൂപ കൂടുതലുള്ളൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ബഡ്ജറ്റിനപ്പുറത്ത് പോയി കഴിഞ്ഞാൽ മറ്റേ ആൾ ഓട്ടോമാറ്റിക്കലി അത് 10 രൂപ കുറഞ്ഞതെടുക്കും. അങ്ങനെ ആയിരുന്നു. അതായത് എല്ലാം ഒന്നിച്ചായിരുന്നു, എല്ലാവരും ഒരു യൂണിറ്റായിട്ടാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. ആ വരുമാനത്തിലെ കുറവ് കുടുംബത്തിൻ്റെ യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. പക്ഷേ ഈ ഇഷ്ടം പോലെ പണം കയ്യിലെത്താൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും പോക്കറ്റ് മണിയായി, സ്പെൻഡ് ചെയ്യാനുള്ള ഇത് വന്നപ്പോൾ പതുക്കെ അവർ തമ്മിലുള്ള ഇതങ്ങ് ബോണ്ടങ്ങ് പോയി. പിന്നെ അവർ വളരെ മെക്കാനിക്കലായിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് ക്യാഷ് ഉണ്ട്, ഇപ്പോൾ നമുക്കിനി എന്തും ആകാം എന്ന രീതിയിലുള്ള അവരുടെ പെരുമാറ്റം. അതായത് ഈവൻ ടു ദ പോയിൻറ്റ് ദാറ്റ് ദേ ഡിസ്കസ് അബൌട്ട് ഈ ഡൗറി ഡെത്ത്സിനെയൊക്കെ വളരെ കാഷ്വലായിട്ടാണ് അവർ അതിൽ ഒരു പറയുന്നൊരു ഒരു ഇതുണ്ട്, ഒരു കോൺവെർസേഷൻ ഉണ്ട്. ഈ കുടുംബാംഗങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു പാട്ടുണ്ട്. അത് ശരിക്കും കുറച്ച് ഡിസ്റ്റർബിംഗ് ആണ് അവർ സംസാരിക്കുന്ന രീതി കാണുമ്പോൾ. അപ്പോൾ എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്ത ഒരു പുസ്തകമായിരുന്നു. കാരണം ഞാൻ ഇതിനെ പറ്റിയിട്ട് റെഡിറ്റിനകത്ത് ചിലർ നല്ലത് പറഞ്ഞു, ചിലത് ചീത്ത പറഞ്ഞു. ഞാനത് ഓർഡർ ചെയ്തതിന് ശേഷമാണ് റെഡിറ്റ് നോക്കിയത്. അപ്പോൾ എനിക്ക് ചെറിയ ഡൗട്ട് തോന്നി, ഇനിയിപ്പോൾ കാശ് പോയോ എന്ന് വിചാരിച്ചു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, നല്ലൊരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയത്, ഗച്ചർ ഗോച്ചർ. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത്, 120 പേജുള്ള ബുക്കിൻ്റെ വില 240 ആണ്. അതായത് എൻ്റെ MRP അറൗണ്ട് 300 കണ്ടാണ്. അപ്പോൾ ഓഫർ കിട്ടുമ്പോൾ 240 ഞാൻ വാങ്ങാൻ റെക്കമെൻഡ് ചെയ്യില്ല. കിട്ടിയാൽ വായിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ വായിച്ച് നോക്കാം. കുഴപ്പമില്ലാത്ത പുസ്തകമാണ്. അതാണ് വൺ ഓഫ് മൈ റീഡ്സ്. ഇനി ലേഖ, ഓവർ ടു യു.
ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ വായിച്ചിട്ടില്ല. ദിസ് ഇസ് ബീൻ ഇൻ മൈ ടു റീഡ് ഫോർ എ വൈൽ ആക്ച്വലി. ഈ വിവേക് ഷാൻബാഗിൻ്റെ ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഓഥറിനെ കുറിച്ച്, പക്ഷേ സ്ലിപ്ഡ് ഔട്ട് ഓഫ് മൈ ഇതിന്ന് എൻ്റെ റേഡാറിന് പോയ ഒരാളാണ് വിവേക് ഷാൻബാഗ്. പക്ഷേ അത് പ്രോബബ്ലി ഇതേപോലൊരു വേറൊരു ഓഥറും കൂടെ ഉണ്ടായിരുന്നു, ഇന്ത്യൻ ഓഥേഴ്സ് ദറ്റ് റൈറ്റ്സ് അബൌട്ട് വളരെ എന്താ പറയുക സബർബൻ ഇന്ത്യയിൽ സെറ്റ് ചെയ്ത സ്റ്റോറീസ് പറയുന്ന എനിക്കിഷ്ടമാണ് അങ്ങനത്തെ കഥകൾ. കാരണം ഇറ്റ് ഈസ് നോട്ട് സെറ്റ് ഇപ്പോഴത്തെ മോഡേൺ ആണെങ്കിൽ കൂടെ ഒരു എന്താ പറയുക റിയലിസ്റ്റിക് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ സെറ്റ് ചെയ്യുന്ന ബുക്കുകൾ എനിക്കിഷ്ടമാണ്. മേ ബി ഐ ട്രൈ ഔട്ട് വിവേക് ഷാൻബാഗ്. ഒരു ആർ കെ നാരായൺ ഇതുണ്ട് അതിന്, മറ്റേ നമ്മളെ വൈബുണ്ട്. വായിക്കുമ്പോൾ അത് തോന്നും നമുക്ക്. മാൽഗുഡി ഡേയ്സിനേക്കാളും കൂടുതൽ പുള്ളിയുടെ കുറച്ച് അഡൽട്ട് ഓറിയന്റഡ് സാധനങ്ങളില്ലേ, ലൈക്ക് ഡാർക്ക് റൂം ഒക്കെ ഉള്ളത്, അതുപോലത്തെ ഒരു സംഭവമാണ്. ഒരു ഫാമിലി ഡൈനാമിക്സ്. മറ്റേ കൂടുതലും ഇയാൾ ഈ നരേറ്റർ കല്യാണം കഴിച്ചിട്ട് അതിനുശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ചപ്പോൾ എനിക്ക് അതാ തോന്നിയത്. ഒന്നാമത്തെ കാര്യം ട്രാൻസ്ലേഷൻ ആയതുകൊണ്ടായിരിക്കാം. ഈ ഇന്ത്യൻ മറ്റേ സബർബ് ലൈവ് നടക്കുന്ന ഇന്ത്യൻ ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മളത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇത് തോന്നില്ലേ? അതായത് ഈ പറഞ്ഞ സാധനമൊക്കെ നമ്മൾ സാധാരണ കാണുന്നതൊക്കെയാണ്, പക്ഷെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ കാണുമ്പോൾ നമുക്ക് വേറെ ഒരു ഇത് തോന്നില്ല. ഇതിനകത്ത് ഈ ചില ഫുഡ് ഐറ്റംസ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതായത് ഇയാൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചതൊക്കെയാണ്. കാര്യം കന്നഡ കുസീനാണ്, പക്ഷെ എന്നാലും നമ്മളിതൊക്കെ കഴിച്ചിട്ടുണ്ടാവും. വടയും ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഇതിഷ്ടമാണെങ്കിൽ ലൈക്ക് ദർ ഇസ് എ സീരീസ് കോൾഡ് ഗുല്ലക്. ഐ തിങ്ക് അത് സോണി ലെവൽ ഒറ്റയാണെന്ന് തോന്നുന്നു. കണ്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് അഗൈൻ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ ആബ്സല്യൂട്ട് റൈറ്റ് ഓഫ് വാച്ച് ആണത്. എനിക്കൊരു 5th സീസണിൽ അവരതിൽ മെയിൻ നടൻ മാറി. അതെനിക്ക് ഇത്തിരി വിഷമമായി. കാരണം ആ 4 സീസണിലും ഇറ്റ്സ് അബൌട്ട് ഫാമിലി ഓഫ് 4, ഒരു അച്ഛനും അമ്മയും 2 ആൺകുട്ടികളും. അന്നുബയ്യയും അച്ഛനും അമ്മയും, പിന്നെ നെക്സ്റ്റ് ഡോർ നെയ്ബർ ആൻറ്റി ഉണ്ട്, ബിട്ടുക്കി മമ്മി. ബിട്ടുക്കി മമ്മിയുടെ പേര് നമുക്കറിയില്ല, ബിട്ടുക്കി മമ്മി ആണ്. അവരുടെ ഡെയിലി ലൈഫിലുണ്ടാവുന്ന സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ് നമുക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സീരീസാണ്. കിട്ടുകയാണെങ്കിൽ എന്തായാലും വായിച്ചു നോക്കി. അതിൻ്റെ നെറേറ്റർ അവരുടെ വീട്ടിലൊരു ഗുല്ലക്കാണ്, മറ്റേ എന്താ പറയുക മണി പിഗി ബാങ്കാണ് ഇതിൻ്റെ കഥ പറയുന്നത്. അടുക്കളയിൽ ഇരുന്നിട്ട് അത് നെറേറ്റ് ചെയ്യുന്നതാണ് ഈ കഥ. പക്ഷെ രസമുള്ളൊരു സീരീസാണ്, വെരി കണക്റ്റബിൾ ഇഫ് യു ലൈക്ക് ഇങ്ങനത്തെ സബർബൻ സ്റ്റോറീസ്. ഇത് ഒരു നീളത്തിലുള്ള കഥയല്ല, ഓരോ എപ്പിസോഡും ഓരോ കഥയാണ്. സോ യു ക്യാൻ വാച്ച്, ഏതെങ്കിലും എപ്പിസോഡ് എടുത്ത് കണ്ടാലും മതി. അനൂബയ്യന്റെ കുറെ മണ്ടത്തരങ്ങൾ, അവർ അനിയനുണ്ട്, അയാളുടെ കുറെ മിശ്രാജി ആണ് അച്ഛൻ. ഇറ്റ്സ് വെരി ഗുഡ്. പണ്ട് DD1 ഏജോ ഹെ സിന്ദഗി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു, ഏകദേശം ഇതേപോലെ തന്നെയായിരുന്നു. അങ്ങനെ അതൊരു ഒരു സിറ്റ്കോം സ്റ്റൈൽ ആയിരുന്നു ദൂരദർശനിൽ. കുറെ ഉണ്ടായിരുന്നു അങ്ങനത്തെ. ജസ് മൊഹബത്ത് അല്ല, തൂ തൂ മേ മേ, ദേഖ് ബൈ ദേഖ്, ദേഖ് ബൈ ദേഖ് തൂ തൂ മേ മേ. ശരിയാ. ഞാൻ വായിച്ചതിൽ ഞാൻ കുറച്ച് ഹൊറർ വായിച്ചിരുന്നു, 2-3 എണ്ണം. ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടത് വാസ് നോസ്ഫെറാറ്റു, ജോഹിലിന്റെ. കാലമായി സാൻഡി പറഞ്ഞു ഇവൻച്വലി ഞാൻ എടുത്ത് വായിച്ചു. കാരണം ഞാൻ ജോഹിലിന്റെ ഹോൺസ് വായിച്ചിട്ട് I've seen the movie also. I was not very impressed. Movie was disgusting. വളരെ മോശമായിരുന്നു. ഈ ബുക്ക് ഭയങ്കര, ബുക്ക് എനിക്ക് മൂവിയേക്കാൾ ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ ജോഹിൽ ഇസ് എ ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് എന്ന് എനിക്ക് പ്രൂവ് ചെയ്ത് തന്നൊരു ബുക്കാണ് നോസ്ഫെറാറ്റു. അറ്റ്മോസ്ഫെറിക്. ഇറ്റ് ഇസ് നമ്മള് സ്റ്റീഫൻ കിങ്ങിന്റെ ഒരു നീഡ്ഫുൾ തിങ്സ് ഒക്കെ വായിച്ച ഒരു വലിയൊരു ലാൻഡ്സ്കേപ്പിൽ നമ്മളൊരു സ്ഥലത്ത് നമ്മളെ കൊണ്ടു നിർത്തിയിട്ട് നമ്മളാണ് പിന്നെ അതിന്റെ കഥ 2 ടൈം ലൈനിലായിട്ട് നടക്കുന്ന കഥയാണ് കേട്ടോ അത്. ഒരു പെൺകുട്ടി ബൈക്ക് എടുത്ത് ഒരു പൊളിയാൻ പോകുന്ന ബ്രിഡ്ജിൽ കൂടെ പോകുമ്പം ഷീ ഗെറ്റ്സ് ടു എ പ്ലേസ് വെർ ഷീ ഗെറ്റ്സ് വാട്ട് എവർ ഷീ വാണ്ട്സ്. അങ്ങനെ എന്തോ ആണ്. കാണാതായ സാധനങ്ങൾ ക്രിസ്മസ് ലാൻഡിൽ എത്തുന്നു, അവിടെ കാണാതായ സാധനങ്ങൾ തിരിച്ചു കിട്ടുന്നു, അങ്ങനെയൊക്കെ തുടങ്ങുന്ന ഒരു കഥയാണിത്. പക്ഷെ ക്രിസ്മസ് ലാൻഡിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ നോസ്ഫെറാറ്റു എന്ന് പറഞ്ഞ് നമ്പർ പ്ലേറ്റിൽ ഒരു കാറ് വരും, ഒരു വാമ്പയർ ഒരു എൻറ്റിറ്റി വരും, കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകും. അയാളുടെ ഉദ്ദേശം കുട്ടികളൊക്കെ ക്രിസ്മസ് ലാൻഡിൽ എപ്പോഴും സേഫ് ആണ്, പുറത്തുള്ള ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ അങ്ങനത്തെ സാഡ് ആയിട്ടുള്ള കുട്ടികളെയാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം ഇതിൽ സെൻട്രൽ ക്യാരക്ടറിന്റെ പേര് ഞാൻ മറന്നുപോയി.
അവരുടെ ആക്ച്വലി ഇത്തിരി ഒരു ബ്രോക്കൺ ഫാമിലിയാണ്. അമ്മ 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 അത്രയ്ക്ക് ഒരു എന്താ പറയുക സ്വിച്ച്ഡ് ഓൺ പേഴ്സൺ അല്ല. കുറച്ച് ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ട് വീട്ടില്. പക്ഷെ അച്ഛന് മോളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ അച്ഛൻ ലീവ്സ് ബോത്ത് അമ്മയും മോളെയും ഇട്ടിട്ട് പോകും. ദർ ആർ എലിമെന്റ്സ് ഓഫ് ദിസ്, ഓക്കെ. എന്നിട്ട് ഹി റെഫ്യൂസസ്, ഷീ ഡസൻ ഗെറ്റ് അലോങ് വിത്ത് ഹർ സ്റ്റെപ്പ് മദർ. സോ ഷീ ഹാസ് എ വെരി വയലന്റ്, ഒരു വളരെ സാഡ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ഉള്ള ഒരു പെൺകുട്ടിയാണ്. ഇതിന്റെ ഇടയ്ക്ക് കൂടി ഈ എൻറ്റിറ്റി പെണ്ണിനെ കട്ടുകൊണ്ട് പോകും. And she escapes. She's probably the only child who has escaped from this Nosferatu, dark entity. Escape ചെയ്ത ഒരാളാണ്. But when this Nosferatu comes for her child, she fights back. She goes back. It's absolutely എന്താ പറയാ, നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 1 ലാസ്റ്റ് ഇവർ ഡെമോഗോർഗൻസിനെ ഫൈറ്റ് ചെയ്യുന്ന ഒരു സീക്വൻസിലെ അങ്ങനെ ഒരു മോട്ട്ലി ക്രൂ ആയിട്ടാണ് ഈ സ്ത്രീ പോകുന്നത്. ഈ സ്ത്രീയുടെ അച്ഛൻ കംസ്, അച്ഛൻ വരും ഹെൽപ്പ് ചെയ്യാനായിട്ട്. ആൻഡ് ഷീ ഹാസ് നോ റിലേഷൻഷിപ്പ് വിത്ത് ദ ഫാദർ. ബോയ്ഫ്രണ്ട് ഉണ്ട്. ബോയ്ഫ്രണ്ട് ആക്ച്വലി ഈ സ്ത്രീ ഒരു എന്താ പറയാ ഒരു റെബലാണ്. ലൈക്ക് യു ഫീൽ ഇറ്റ് ഇൻ ഹെർ. ഇത് മറ്റേ ഇഫ് യു വാച്ച് ദ മിഡിൽ, അതില് ഗ്ലോസ്നേഴ്സിന്റെ അമ്മയുണ്ട്. ദ മിഡിൽ എന്ന് പറഞ്ഞിട്ട് സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൽ ഗ്ലോസ്നേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവർ അപ്പുറത്ത് താമസിക്കുന്ന കുറെ റൗഡി പിള്ളേരുണ്ട്. അതിന്റെ അമ്മയുണ്ട്. ഏകദേശം ആ ഒരു മോഡാണ് പുള്ളിക്കാരത്തി. പുള്ളിക്കാരത്തി വരയ്ക്കും. പക്ഷെ ഒരു കെയോസ് ആണ് പുള്ളിക്കാരത്തി. ബട്ട് ഹർ ഹസ്ബൻഡ് ഇസ് എ വെരി സോഫ്റ്റ് സ്പോക്കൺ മാൻ. അവർ ഡിവോഴ്സ്ഡ് ആണ്. ബട്ട് അയാള് വരും, അച്ഛൻ വരും, ഇവരെല്ലാവരും ഈ എൻറ്റിറ്റിയെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നതാണ് ആ കഥ. ആൻഡ് ഇറ്റ്സ് റൈറ്റ്. അത് എനിക്ക് ജോഹിൽ എന്നുള്ള ഓഥറിനെ എനിക്ക് പുള്ളിയുടെ ഫുൾ പെർസെപ്ഷൻ മാറ്റിയൊരു ബുക്കാണ്. എനിക്ക് ചില സമയത്ത് തോന്നി സ്റ്റീഫൻ കിങ് തന്നെയാണോ എഴുതിയേക്കണേന്ന് സംശയം തോന്നുന്ന രീതിയിലായിരുന്നു എഴുത്ത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് എനിക്ക് തോന്നി ഇക്കൊല്ലത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതായിരുന്നു. അടിപൊളി. വായിച്ചിട്ട് എന്തായാലും വായിക്കണം. ഞാൻ ജോഹലിന്റെ കിങ് സോറോ ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിക്കാൻ നോക്കി. സോറോ ആയി പോയോ? അത് 800 പേജ് അനങ്ങുന്നില്ല. ലൈറ്റ് ബുക്കാണല്ലേ? അല്ല, ഞാൻ കണ്ടായിരുന്നു കുറെ പേര് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ബുക്ക്. ഇത്രേ ഉണ്ട് സാധനം. അതൊക്കെ സ്വന്തം അച്ഛന്റെ സോറോനെ കുറിച്ചാണ് എഴുതുന്നത്. അത് ഒരു ഡ്രാഗൺ ആണ് ഈ കിങ് സോറോ എന്ന് പറയുന്നത്. ബേസിക്കലി എന്തോ ഈ പറഞ്ഞ പോലെ ഒരു ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് അടിച്ചു മാറ്റി 4 ഫ്രണ്ട്സ് മറ്റേ ഇതിനെ സമ്മൺ ചെയ്യുന്നു. പിന്നെ അങ്ങനത്തെ അത് ഞാൻ കണ്ടു. അതിന്റെ പ്രിമൈസ് വായിച്ചായിരുന്നു. ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ വല്ല വെക്കേഷനും വല്ലതും പോകുമ്പം മാത്രം ഇത് ചെയ്യണം. അങ്ങനെ മാത്രമേ പറ്റുള്ളൂ. അഗൈൻ നോസ്ഫെറാട്ടു ഇസ് വൺ ഓഫ് മൈ ഓൾ ടൈം ഫേവറേറ്റ്സ്. അബ്സല്യൂട്ട് മാജിക്. ശരിക്കും പറഞ്ഞ ക്രീപ്പി. നെറ്റ്ഫ്ലിക്സ് സീരീസ് ഉണ്ട് നോസ്ഫെറാട്ടു. സീരീസ് ഉണ്ട്. ഞാനൊരു എപ്പിസോഡ് കണ്ടിരുന്നു. പിന്നെ അയച്ചു ബുക്ക് വായിച്ചിട്ട് ഈ വർഷം ഇറങ്ങിയ നോസ്ഫെറാട്ടു സിനിമയുമായി ബന്ധമില്ല. കഴിഞ്ഞ വർഷം ഇറങ്ങിയ അതുമായിട്ട് ഒരു ബന്ധമില്ല. അത് അനൂപ് പറഞ്ഞ ഡ്രാക്കുളയാണ്. അത് ക്ലാസ്, അത് രസമാട്ടോ. അങ്ങനെയാണ്. കേട്ടെടുത്തോളം അതൊരു ഒരു മലീഷ്യസ് എൻറ്റിറ്റി ആയിട്ട് തോന്നുന്നില്ല. മലീഷ്യസ് ആണ്. ഇറ്റ് ബേസിക്കലി ഫീഡ്സ് ഓൺ ദീസ് കിഡ്സ്. ഈ പിള്ളേരെ ഹാപ്പിനെസ് പ്രോമിസ് ചെയ്ത് ക്രിസ്മസ് ലാൻഡിൽ കൊണ്ടുപോയിട്ട് ഹി ഫീഡ്സ് ഓൺ ദം. ഫീഡ്സ് ഓൺ ദർ ഇമോഷൻ ഓർ ഫീഡ്സ് ഓൺ I mean their essence or something like that. അങ്ങനെയാണ്. ഡിമെൻഡർ. പിന്നെ ലേഖ മറ്റതും കൂടെ പറഞ്ഞോ, രണ്ടാമത്തെ ഹൊററും കൂടെ പറഞ്ഞോ. എന്തായാലും ഇവിടം വരെ എത്തിയില്ലേ? ഏതാത്? We used to live here അല്ലായിരുന്നു രണ്ടാമത്തെ? അല്ല, അതുണ്ട്. അത് വേറെ ഇപ്രാവശ്യം അതുണ്ട്. ആക്ച്വലി ഉണ്ട്, അതേ മറന്നുപോയി. ബിക്കോസ് നോസ്ഫെറാറ്റു വന്നപ്പോൾ അത് ആക്ച്വലി പെയിൽഡ്. വി യൂസ് ടു ലിവ് ഹിയർ ഇസ് അഗൈൻ. നമ്മുടെ വീട്ടിൽ കുറച്ച് പേര് വരികയാണ്, വണ്ടി കേടായി, ഞങ്ങൾ ഇവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു വരികയാണ്. ബിക്കോസ് എൻ്റെ വീട്ടിലൊക്കെ തൃപ്പൂണിത്തുറ ഉണ്ടായിട്ടുണ്ട് ആ സംഭവം. വണ്ടി കേടായി പുറത്ത് നിൽക്കുന്നവർ രാത്രിയൊക്കെ ആവും, 10 മണിക്കൊക്കെ വണ്ടി പുറത്ത് കേടായി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ നിൽക്കുമ്പോൾ ഈ ഫാമിലി ആയിട്ട് അച്ഛനും ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നത് നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്നത്. നമ്മളും ഇങ്ങനെ ഇരിക്കും. ഇവർക്ക് മെക്കാനിക്കിനെ കിട്ടുന്നവരെ അച്ഛൻ അതിൻ്റെ ഇടയ്ക്ക് മെക്കാനിക്കിനെ തപ്പി പോവും, അവർക്ക് ചായയും കാപ്പിയും കൊടുക്കും. ഇതൊക്കെ ഒരു സ്ഥിരം നടക്കുന്ന സംഭവമാണ്. അല്ല, അവര് വരുന്നത് വണ്ടി കേടായെന്ന് പറഞ്ഞിട്ടല്ലല്ലോ, അവര് ഈ വീട്ടില് പണ്ട് താമസിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ലൈക് സ്ട്രേഞ്ചേഴ്സ് കമ്മിങ് ഇൻ ടു അവർ ഹൗസ് ഇസ് സംതിങ്. വരുന്നു, അവര് പോവും. പക്ഷെ വാട്ട് ഓഫ് ദീസ് സ്ട്രേഞ്ചേഴ്സ് ഡിഡ്ന്റ് ലീവ്. ലൈക് അവര് പതുക്കെ
എന്നാൽ ഇനിയിപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ കിടക്കാം അവിടെ കിടക്കാം, പിന്നെ ഇവർ പോകുന്നില്ല. ആൻഡ് ഇതിൽ ഒരു ലെസ്ബിയൻ കപ്പിളാണ്, അവർ ജസ്റ്റ് കല്യാണം കഴിച്ച് ഫിക്സർ അപ്പറായിട്ട് ഈ വീട് വാങ്ങിച്ചേക്കുന്നതാണ്. ആൻഡ് സ്ലോലി ദേ ഫീൽ ദിസ് ഹൗസ്, അതിൽ ഒരാൾക്ക് പ്രത്യേകിച്ച് ഫീൽസ് ലൈക്ക് ദിസ് ഹൗസ് ഇസ് ടേണിങ് അഗെൻസ്റ്റ്. ആൻഡ് ഈ വീടും ഈ മനുഷ്യരും മൊത്തത്തിൽ എന്താ പറയുക, ഈ സ്ത്രീക്ക് സത്യം എന്താ, നമുക്ക് തന്നെ കൺഫ്യൂഷനാണ് ഇതിൽ. കൊച്ചിനെ കാണാതാവും, അവരുടെ കൊച്ചിനെ കാണാതാവും, എന്നിട്ട് പറയും ഈ കൊച്ചിന് ഒളിച്ച് കളിക്കുന്ന ശീലമുണ്ട്, എവിടെയെങ്കിലും പോയി ഒളിച്ച് നിപ്പുണ്ടാവും പറഞ്ഞിട്ട് ഇവര് വീടിന്റെ അകം മുഴുവൻ തപ്പുന്നു. ദേ ആർ നോട്ട് ബോതേർഡ്, ദ പേരൻസ് ആർ നോട്ട് ബോതേർഡ്. പക്ഷെ അവർക്ക് പോവാനൊരു ധൃതി ഒന്നുമില്ല. അതാണ് എന്റെ സിസ്റ്റർ, ഐ മീൻ ഹി ഹാസ് എ സിസ്റ്റർ, ലൈക്ക് ഇവര് നെയ്ബറിന്റെ വീട്ടിൽ പോകും ടു ഫൈൻഡ് ഔട്ട് മോർ അബൌട്ട് ദിസ് ഫാമിലി ആൻഡ് വാട്ട് കംസ് ഔട്ട്. അതിന്ന് വരുന്ന ഈ ഫാമിലിയുടെ ബാക്ക് സ്റ്റോറി ഈസ് ഓൾസോ വെരി ക്രീപ്പി, വെരി അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ളൊരു, ബട്ട് അഗെയിൻ നോട്ട് കമ്പയറബിൾ ടു നോസ്ഫെറാറ്റു ഓർ എനി സ്റ്റീഫൻ കിങ് ബുക്ക്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ബേസ്മെന്റ് ഉള്ള വീട്ടിൽ താമസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾക്ക് അവിടെ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ യു കെയിലായിരുന്നപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന വീട് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് വാസ് ഓൺ ബൈ രാജസ്ഥാനി കപ്പിൾ, ഗോയൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലി ആയിരുന്നു. അപ്പോൾ അവിടെ അഡ്മിറ്റിംഗ് ദിസ് ഇൻ പബ്ലിക്, അവരുണ്ടല്ലോ ആക്ച്വലി അവർ നമ്മുടെ അടുത്ത് നിന്ന് ഇലക്ട്രോണിക് മണി ട്രാൻസ്ഫർ വഴിയല്ല പണം വാങ്ങാറുള്ളത്. കാരണം അവിടെ റെൻറ്റിന് വീട് കൊടുക്കുമ്പോൾ അതിന് കുറേ റെഗുലേഷൻസ് ഉണ്ട്. അവർ ശരിക്കും കാശ് വാങ്ങാൻ വരും, കയ്യിലാണ് പൈസ കൊടുക്കുന്നത്. അപ്പോൾ അവർ അവിടെ പറഞ്ഞിരിക്കുന്നത്, അതായത് ആര് ചോദിച്ചാലും പറയണം നിങ്ങളുടെ ഫാമിലിയാണ് അതുകൊണ്ടാണ് താമസിക്കുന്നത്. രണ്ട് വീടുണ്ട് ഓപ്പോസിറ്റ്, 23 ഫാണം ക്ലോസും 26 ഫാണം ക്ലോസും അവിടെ. അപ്പോൾ ഈ 23 ഞാൻ വന്നിട്ട്, അതായത് ഞാൻ താമസിക്കുന്നിടത്ത് ഈ 26 മിക്കവാറും കപ്പിൾസിനായിരിക്കും. ഞങ്ങളുടെ കൂടെ വരുന്ന ടീംസിൽ കപ്പിൾസായിട്ട് നിൽക്കുന്നവർക്ക് മുകളിലും താഴെയായിട്ട് ഇതായിട്ട് താമസിക്കാം, 2 പോർഷനാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ 5 മുറികളാണ് 23-ൽ. അപ്പോൾ ഇതിൽ ഓരോരുത്തരിങ്ങനെ മാറി മാറി നിൽക്കാറുണ്ട്. അതായത് ഇപ്പോൾ എൻ്റെ അസൈൻമെൻറ്റ് കഴിയുമ്പോൾ പോയിട്ട് എൻ്റെ റൂമിലേക്ക് അടുത്ത ആൾ വരുമ്പോൾ ഇവിടേക്കാണ് ഓട്ടോമാറ്റിക്കലി ആൾ വന്ന് താമസമാവുന്നത്. അപ്പോൾ ഈ ഇൻഫിഡ് അക്കോമഡേഷൻ പോലെ ആയത്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഒരു ദിവസം ഞാൻ ഓഫീസിൽ നിന്ന് നേരത്തെ എത്തി, ഞാൻ വന്നിട്ട് അധികം ആയിട്ടില്ല. അപ്പോൾ വന്നപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടു. ചോദിച്ചപ്പോൾ പുള്ളി ഒരു കന്നഡികയാണ്, പേര് ഹർഷ എന്നാണ്, ഡെൻറ്റിസ്റ്റാണ് പുള്ളി ആദ്യം ഇവിടെ താമസിച്ചിരുന്നു. അപ്പോൾ അങ്ങേര് അയാളുടെ എല്ലാ കറസ്പോണ്ടൻസും ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ പുള്ളി അത് വേണ്ടി വന്നതാണ്. അപ്പോൾ കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ എടുത്തു. കുറച്ച് പേപ്പർ, പുള്ളിയുടെ ഒന്നുമില്ല, എല്ലാം ഈ പറഞ്ഞ പോലെ ഫ്ലയേഴ്സാണ്, പല ഓർഗനൈസേഷൻ്റെ, അതൊക്കെ പുള്ളി പല എൻറോൾ ചെയ്ത സാധനങ്ങളുടെയൊക്കെ ഫ്ലയേഴ്സാണ്, അതൊക്കെ വാങ്ങിയിട്ട് പോയി. പിന്നെ ഇതിൻ്റെ റെസിപ്റ്റൊക്കെ ഉണ്ട്, ടാക്സിൻ്റെ റെസിപ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. പിന്നെ വന്നു കഴിഞ്ഞാൽ പുള്ളി സംസാരിച്ചങ്ങ് പോകില്ല, പുള്ളി അവിടെ അങ്ങ് ഇരിക്കും, പുള്ളി സ്റ്റെപ്പിലിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പുള്ളി മറ്റേ എന്തോ അന്ന് വന്നപ്പോൾ എന്തോ കളിയുടെ സ്കോർ കാണണം എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക്, അന്ന് ഇന്ത്യയുടെ മറ്റേ ലോർഡ്സിൽ ടെസ്റ്റ് നടക്കണം. അപ്പോൾ അതിന് വന്നിരുന്നു കുറച്ച് നേരം. അപ്പോൾ എൻ്റെ ബാക്കിയുള്ള ടീംസൊക്കെ വന്നിട്ട് പറഞ്ഞു, അതെ അവൻ ഒരുപാട് എൻ്റർടൈൻ ചെയ്യണ്ട, അവനോട് ഇരുന്ന് ഞാൻ പോവില്ല, സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ പുള്ളിക്ക് ബൂസ് വേണം, അതാണ് പരിപാടി. രാത്രി കഴിഞ്ഞാൽ പുള്ളിക്ക് ബൂസ് വേണം, പുള്ളി ലേറ്റായിട്ടേ പോവുള്ളൂ. ചിലപ്പോൾ നമ്മൾ ടാക്സി വിളിച്ച് കൊടുക്കേണ്ടി വരും, അങ്ങനെയുള്ള അവസ്ഥയാണ്. ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിനുശേഷം പുള്ളി വരുമ്പോഴൊക്കെ നമ്മളങ്ങനെ എല്ലാ മാസവും വരും ആൾ. അപ്പോൾ നമ്മളിങ്ങനെ മൈൻഡ് ചെയ്യാറില്ല, ഒന്ന് കോൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കും. അപ്പോൾ എൻ്റെ ടീമിൽ വേറൊരാൾ പോയപ്പോൾ പുതിയൊരാൾ വന്നു. അപ്പോൾ എനിക്ക് ഈ പരിപാടി, ഇനി അവനോട് ഇതേ കാര്യം പറയണം എനിക്ക്. അയാൾ വന്നപ്പോൾ ഒരു ദിവസം ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഇവൻ മുകളിലിരിക്കുന്നു, ഇയാൾ ഇരുന്നിട്ട് അവിടെ വെള്ളമടി തുടങ്ങി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇത് കേട്ടപ്പോൾ എനിക്കതാണ് ഓർമ്മ വന്നത്, മാരണം പോകത്തുമില്ല, നമ്മുടെ ഫുൾ ഡേ പോയി കിട്ടും. കാരണം പിന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ഇയാൾ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ പുള്ളിയുടെ ഫുൾ ഇത് പോയി കിട്ടും. ആളങ്ങ് വേറെ എന്താ പറയുക, വേറെ ലോകത്താണ്. പുള്ളിനെ കന്നഡയിൽ ചീത്ത വിളിക്കാനൊക്കെ തുടങ്ങും. അങ്ങനെ ഒരു സാധനമായിരുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. ഹൊററൊന്നുമല്ല, പക്ഷെ ഹൊററാകും. സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റി പോലൊക്കെ തോന്നുന്നു. അത് ഒരു കഥ എഴുതാനുള്ള വകുപ്പുണ്ട്. FB-ലുണ്ട്, എൻ്റെ ഫ്രണ്ടാണ്.
ഇത് പക്ഷെ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പണ്ട് താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിൽ മാധവ് ജനിച്ച സമയത്താണ്. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഇതുപോലെ അതിന്റെ ബാക്കില് ഒരു അച്ഛനും ഒരു മോളും ഇങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കുന്നുണ്ട്, ചുറ്റിക്കറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ കതവ് തുറന്ന് നോക്കി, കള്ളന്മാർ വല്ലതും ആണോ അങ്ങനെ വല്ലതും ആണോ. പക്ഷെ ഒരു അച്ഛനും മോളും. അപ്പോൾ അയാൾ പറഞ്ഞു, ഐ ആം സോറി, ഐ ഡidn't മീൻ ടു സ്റ്റാർട്ടിൽ യു, ഷീ വാസ് ബോൺ ഇൻ ദിസ് ഹൗസ് ആൻഡ് ഐ വാണ്ടഡ് ടു ഷോ ഹർ ദിസ് ഹൗസ്, ദിസ് അപ്പാർട്ട്മെന്റ് എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ജസ്റ്റ് ചുറ്റി നടന്നിട്ട് അവരങ്ങ് പോയി. അതൊക്കെ പോട്ടെ, ഒരിക്കലല്ലേ വന്നുള്ളൂ. അതെ. അല്ല, ഞാനും മാധവിനെ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതേ അപ്പാർട്ട്മെന്റിൽ ഞാൻ ചുറ്റിയിടന്നൊന്നും കാണിച്ചിട്ടില്ല. എന്റെ ബാക്കിൽ അതാണ് കൊണ്ട് വണ്ടി നമ്മളത്. നിർത്തിയിട്ട് ചൂണ്ടിക്കാണി, ഇല്ലോ ഇല്ല, എവിടെയാണ് നീ ജനിച്ചത്. അനൂപ് ഇംഗ്ലീഷ് ബുക്ക് വല്ലതും വായിച്ചായിരുന്നോ? ഇല്ല ഞാനൊന്നും വായിച്ചില്ല. പക്ഷേ ആക്ച്വലി ഉം. ഐ എം കറന്റ്ലി ലിസണിങ് ടു സ്റ്റീഫൻ കിങ്, ഏത് ജെറൂസലേം സ്ലോട്ട്. ആ ഗുഡ് ചോയ്സ്. അപ്പൊ അത് ഓഡിയോ ബുക്ക് സേലം സ്ലോട്ട്. സേലം സ്ലോട്ട്. ഓക്കെ. അമേരിക്കയിൽ എല്ലാ സ്റ്റേറ്റിലും സേലം എന്ന് പേരുള്ളൊരു സ്ഥലമുണ്ട്. അതെങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. തമിഴ്നാട്ടിലുണ്ടല്ലേ? തമിഴ്നാട്ടിലെ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിട്ട് ഈ തമിഴ്നാട്ടിലെ നമ്മൾ സേലം എന്ന് പറയുന്നത് അതേ ഉച്ചാരണമാണോ ഇവിടുത്തെ സേലം എന്നൊക്കെ ഡൗട്ട് സേലം, ഉണ്ട്. സേലം എന്നാണ് പറയുന്നത്. സലേം എന്നല്ല, ജെറുസലേം എന്ന് പറഞ്ഞ പോലെ സേലം എന്നാണ് സേലം. ഞാൻ കേട്ടിട്ടുള്ളത്. സേലം തന്നെ. ഓക്കെ. ഓക്കെ. ജെറൂസലേം സ്ലോട്ട് ഞാൻ ഫുള്ള് ആയിട്ടില്ല കേട്ടോ. ഞാൻ തീരാൻ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അങ്ങനെ ഉണ്ട്. അത്രേ ഉള്ളൂ. അത് ഞാൻ അപ്പൊ ലോങ് ഓഡിയോ ബുക്ക് ആയിരിക്കണമല്ലോ അത്. എനിക്കൊന്ന് ഫുൾ ചാപ്റ്റർ മേ ബി 1 hour സംതിങ്. അല്ല, ഫുൾ ബുക്ക്, ഓഡിയോ ബുക്ക് ഫുള്ള്. ഓഡിയോ ബുക്ക് ഫുൾ അത് ആക്ച്വലി സ്റ്റീഫൻ കിങ്സിന്റെ കളക്റ്റഡ് ഫുൾ വർക്ക്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ജിമ്മി പോകുമ്പോ അത് കേട്ടോണ്ടായിരിക്കില്ല. പക്ഷെ ഓഡിയോ ബുക്ക് ഫോക്കസ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. മറ്റേ ബുക്ക് ആകുമ്പോ നമുക്കൊന്ന് ബാക്കിലോട്ട് പോകാമല്ലോ. ഈ ഓഡിയോ ബുക്കിലോട്ട് നമുക്ക് എക്സാക്ട് ടൈം സ്റ്റാമ്പിലോട്ട് പോകാൻ പ്രയാസം. പക്ഷേ ഞാനും ഇക്കൊല്ലം ഒരു സ്റ്റീഫൻ കിങ്ങിൻ്റെ ഓഡിയോ ബുക്ക് കിട്ടും. നമുക്കത് ഇതുപോലെ ഇരിക്കും. ഇപ്പം ഞാൻ വരത്തുപോക്ക് കേൾക്കുന്നുണ്ട്. വരത്തുപോക്കിൽ എനിക്ക് കുറേയൊക്കെ മിസ്സാവുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ. കാരണം ഞാൻ 2-3 പ്രാവശ്യം പുറകോട്ട് പോയി അത് വീണ്ടും കേൾക്കാറുണ്ട്. അത് സ്റ്റോറി ടെല്ലിലാണ്. പക്ഷേ ബില്ലി സമ്മേഴ്സ് കേട്ടു ഇക്കൊല്ലം. ബില്ലി സമ്മേഴ്സ് പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ സ്കിപ്പ് ചെയ്ത് എനിക്ക് പുറകോട്ട് പോകേണ്ടി വന്നിട്ടേ ഇല്ല. വളരെ ഈസിയാണ്, വളരെ സ്മൂത്ത്, ഈസിയാണ്. ആ നരേഷൻ അടിപൊളിയാണ്. ആ പുള്ളി അയാൾ തന്നെയാണോ ഈ പല ക്യാരക്ടേഴ്സായിട്ട് സംസാരിക്കുന്നതെന്ന് തോന്നിപ്പോവും. അത് നല്ല രസമാണ്. അത് ക്യാപ്റ്റിവേറ്റിംഗ് എന്ന് പറയില്ലേ. ഞാൻ കുക്കു എഫ്എമ്മില് ശ്രീകൃഷ്ണ പരന്ത് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത്. അതിന്റെ നറേറ്റർ ഭയങ്കര പുള്ളി നാടകത്തിന്റെ അഭിനയ സ്റ്റൈലിലാണ് പുള്ളി പറയുന്നത്. അയ്യോ കൊച്ചമ്മേ, ഞാനതൊന്നും തൊട്ടിട്ട് പോലും ഇല്ല, അങ്ങനെ ആ ശബ്ദമൊക്കെ നറേറ്റ് ചെയ്ത് സ്ത്രീകളുടെ ശബ്ദത്തിലൊക്കെ പുള്ളി തന്നെയാണ് യന്ത്രം നറേറ്റ് ചെയ്തെന്ന് തോന്നുന്നു. ഈ ഞാൻ കുക്ക് എഫ് എമ്മിലെ കേട്ടത്. അത് യന്ത്രം കേൾക്കാൻ കാരണം ഇങ്ങനെ നറേഷനാണ്. ബുക്കാണെങ്കിൽ ഞാൻ വായിക്കില്ലായിരിക്കും. പക്ഷെ നല്ല രസമാണ്. അത് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഒക്കെ പറയുമ്പോൾ പുള്ളി അത് പ്രായമുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിൽ സൗണ്ട് ഓരോ തരത്തില് നന്നായിട്ട് നല്ല രസമുള്ള. എനിവേ, ബാക്ക് ടു ഇംഗ്ലീഷ് ബുക്സ്. ഞാൻ ആക്ച്വലി ഒരു ഗ്രാഫിക് നോവൽ വായിച്ചു, ഗെയ്മാൻ്റെ സ്റ്റഡി ഇൻ എമറാൾഡ്. സ്റ്റഡി ഇൻ എമറാൾഡ് നമ്മുടെ ലണ്ടനില്. ഇത് ബേസിക്കലി ഷെർലക് ഹോംസ് മീറ്റ്സ് ലോവ്ക്രാഫ്റ്റ്, തുലു. ഓക്കെ. അപ്പൊ സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ ഭീകരജീവികളുണ്ട് ലണ്ടനില്. അവര് ബേസിക്കലി അണ്ടർവേൾഡ് ഒക്കെ നടത്തുന്ന ആളുകളാണ്. അതിലൊരാളുടെ മോൻ കൊല്ലപ്പെടുന്നു. അപ്പൊ ഇവരുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീവികളുടെ ബ്ലഡ് ഗ്രീൻ ആണ്. അപ്പോ ഇക്കോർ അത് തന്നെ. അപ്പം അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഒരു ഡിറ്റക്റ്റീവും അയാളുടെ ഫ്രണ്ട് ഒരു മേജറും വരുന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരും ഇത് സോൾവ് ചെയ്യുന്നതാണ്. ഇതാരാണ് കൊന്നതെന്ന് സോൾവ് ചെയ്യുന്നതാണ്. നല്ല നല്ല രസമുള്ള കഥ ഈസ് ഓക്കെ. ഇറ്റ് ഈസ് ബേസിക്കലി ഒരു നല്ല ബ്യൂട്ടിഫുള്ളി സ്റ്റഡി ഇൻ സ്കാർലെറ്റിനെ
ഈ ലോവ് ക്രാഫ്റ്റുമായിട്ട് മെർജ് ചെയ്ത് ഓവർലേ ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന സാധനമാണ്. ബട്ട് ദ ഡ്രോയിങ്, ദ ഇല്ലസ്ട്രേഷൻസ് ആർ റിയലി റിയലി നൈസ്. ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണത്. ഞാനത് പറഞ്ഞപ്പോഴാ ഇപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസിൻ്റെ പരസ്യം കണ്ടതാ. ഒരു ഇറഗുലേഴ്സ് തന്നെയല്ലേ നോട്ടെ? അതെ അതെ, അതെ ഇറഗുലേഴ്സ് ആണ്. അത് ഇതുപോലെ തന്നെയല്ലേ, ലൂസ്ലി ബേസ്ഡ് ഓൺ മറ്റേ ഷെർലക് ഹോംസ് ആൻഡ് വാട്സൺ ആണ്. അതായത് അവർ രണ്ടുപേരും കൂടി ഒരു കുറച്ച് കുട്ടികളെ, ടീനേജേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നതാണ്. അത് സൂപ്പർ നാച്ചുറൽ ക്രൈംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടു തുടങ്ങിയില്ല, പക്ഷേ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ലിസ്റ്റിലുണ്ട് ഇത് കഴിഞ്ഞിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇറവറ. കുറേ സാധനങ്ങൾ ഇറവറ ഇത് ക്യാൻസൽ ആയെന്ന് തോന്നുന്നുണ്ട്. എന്ത് ആണോ? മനസ്സിലായി? അല്ല series ആ. സീസൺസ് ഒരു സീസൺ പറയാൻ പറ്റില്ല. ചിലപ്പോൾ നെറ്റ്ഫ്ലിക്സ് നല്ലതാണെങ്കിൽ പോലും ക്യാൻസൽ ചെയ്ത് കളയും. ഇപ്പം നമ്മുടെ ബറോസ് ക്യാൻസൽ ചെയ്തു. നല്ലതാണെങ്കിൽ കണ്ടായിരുന്നോ? പ്രത്യേകിച്ച് നല്ല ചാൻസ് ഉണ്ട് ക്യാൻസൽ. എന്താണോ അവൻ്റെ എന്താ എൻ്റെ മനസ്സിലാവുന്നില്ല എൻ്റെ പരിപാടി എന്താണ്. അതിന് ബറോസ് കണ്ടായിരുന്നു ആരെങ്കിലും? കണ്ടില്ല. സ്ട്രേഞ്ചർ തിങ്സുമായിട്ട് എന്താ ബന്ധമുണ്ടെന്ന് കേട്ടു. അല്ല, സ്ട്രേഞ്ചർ തിങ്സുമായിട്ട് ബന്ധമുണ്ടോയെന്ന് വെച്ചാൽ ഏകദേശം സ്ട്രേഞ്ചർ തിങ്സ് കുട്ടികളാണെങ്കിൽ ഇവിടെ മുതിർന്നവരാണ്. അതായത് എന്താ പറയുക, അതൊരു ഓൾഡ് ഏജ് ഹോം എന്ന് പറയാൻ പറ്റില്ല, ഓൾഡ് ഏജ് നെയ്ബർഹുഡാണത്, ടൗൺഷിപ്പാണ്. ഞാൻ ഒരു 2 എപ്പിസോഡ് കണ്ടു ആക്ച്വലി. ഞങ്ങൾ സ്ഥിരം സാഡ് ആക്ച്വലി നമുക്കത് കാണുമ്പം. പക്ഷെ അവർ അടിപൊളിയാണ്, ബാഡ് ആസ് ടീമാണ് അവർ. ശരിക്കും പറഞ്ഞാൽ അവസാനമാകുമ്പോൾ കിഴവാണ് അവർ. നൈസ് പക്ഷെ ടീമാണ്. എനിക്കത് ഭയങ്കര സങ്കടം വന്നു എനിക്കത് കണ്ടപ്പോൾ. കാരണം അത് തുടങ്ങുമ്പം ഒരു അപ്പൂപ്പൻ, ഒരു പ്രായമായിട്ടുള്ള ഒരാൾ, അപ്പൻ ഒന്നും വിളിക്കാൻ പറ്റില്ല, ഒരു അങ്കിള് ഇങ്ങനത്തെ ഈ ടൗൺഷിപ്പിലേക്ക് വരികയാണ്. ആ വീട് മുഴുവൻ സെറ്റ് ചെയ്തേക്കുന്ന പുള്ളിയുടെ ഭാര്യയുടെ ഇഷ്ടത്തിന്. പക്ഷെ ഭാര്യ മരിച്ചുപോയി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന മുമ്പ്. അങ്ങനെയൊക്കെ ഈ വീട്ടിലേക്ക് വരണതേ ഇല്ല. ഭാര്യയുടെ ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു ഓൾഡ് ഏജ്, പക്ഷെ ഭാര്യ മരിച്ചു പോകുന്നു. ആൻഡ് ഇറ്റ്സ് എനിക്കത് ഭയങ്കര സങ്കടം തോന്നി അതിൽ. പിന്നെ അതിൽ വേറെ ഡെത്തുകൾ ഉണ്ടാവുന്നുണ്ട്. ഒരു നിസ്സഹായ അവസ്ഥയുണ്ട് അതിൽ. അപ്പോൾ എനിക്കത് ഇത്തിരി ഭയങ്കര സങ്കടമായി. 1-2 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ എനിക്കത് ഇത്തിരി, അതിൽ വേറൊരു ക്യാരക്ടറും കൂടെ മരിക്കും. അതും കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് സാഡായി. ഞാൻ നിർത്തി വെച്ചു. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണാമെന്ന് വെച്ചു. എല്ലാം കിടലൻ ആക്ടേഴ്സൊക്കെ തന്നെ. നമ്മുടെ ആൽഫ്രഡ് മൊളീനിയാണ് മെയിൻ ക്യാരക്ടർ. മറ്റേ സ്പൈഡർമാൻ 2 ഡോക്ടർ ഒക്ടോപ്പസ് ഇല്ലേ, പുള്ളിയാണ്. ഓക്കെ, ബുക്സിലേക്ക് തിരിച്ചു വരാം, അല്ലെങ്കിൽ നമ്മൾ പിന്നെയും കാട് കയറും. എനിക്കിനി 2 ഉണ്ട്. പക്ഷെ വേറെ ആരെങ്കിലും പറ. ഞാൻ പറയാം. ആർത്തർ സി ക്ലാർക്കിൻ്റെ 2 ബുക്ക്, രണ്ടും കൂടി ഒന്നിച്ച് പറയാം. ഞാൻ ആർത്തർ സി ക്ലാർക്കിൻ്റെ ഒരു ഓഡിയോ ബുക്ക് കേട്ടു ആദ്യം. അത് റോണ്ടവ്യൂ വിത്ത് രാമായിരുന്നു. അതിപ്പോൾ കുറേ സ്ഥലത്ത് നമ്മൾ കേൾക്കുന്നു, അതിൻ്റെ മൂവി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് അവർ പറ്റിയില്ല, അങ്ങനെ എന്തൊക്കെയോ. അപ്പോൾ ഇതിപ്പോൾ ഡെവലപ്മെൻറ്റ് ഹെല്ലിൽ കുറേ കാലം സിനിമ കടന്നു. ഇപ്പോൾ വീണ്ടും മോർഗൻ ഫ്രീമാൻ അതിന് ഇൻട്രസ്റ്റ് എടുത്തിട്ടുണ്ട്, പുതിയ മൂവിയുടെ കാര്യം തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇറ്റ്സ് ഇൻ ദ വർക്ക്സ്. അപ്പോൾ അത് കണ്ടപ്പോൾ അതൊന്ന് വായിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതായത് ഇതൊരു ക്ലാസിക്കായിട്ടൊക്കെ പറയുന്നുണ്ട്. അത് ശരിക്കും നമ്മുടെ എന്താ പറയുക, ഒരു ഫ്യൂച്ചർ അത്ര ആ നോവൽ എഴുതിയപ്പോൾ അതൊരു ഡിസ്റ്റൻറ്റ് ഫ്യൂച്ചർ ആയിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു 2030s നടക്കുന്ന കഥയാണ്. അപ്പോൾ അതായത് ഒരു സോളാർ സിസ്റ്റത്തിലേക്ക് ഒരു ഒബ്ജക്റ്റ് വരുന്നു. ഒരു ഒബ്ജക്റ്റ് പുറത്തുനിന്ന് ഇവിടുന്ന് വരുന്നു. ഇവരത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ അതൊരു ഷിപ്പാണെന്ന് മനസ്സിലാവുന്നു. എല്ലാ പാൻതിയോണിൻ്റെ പേരുകളും യൂസ് ചെയ്തതുകൊണ്ട് ഇന്ത്യൻ പാൻതിയോണിലെ ഒരു പേരങ്ങ് എടുത്ത് കൊടുക്കുന്നു ഷിപ്പിന്. അതിൻ്റെ പേരാണ് രാമ. അവരൊരു ഒബ്ജക്റ്റായിട്ടാണ് കാണുന്നത്, പിന്നെ മനസ്സിലാവുന്നത് ഷിപ്പാണെന്ന്. എന്നിട്ട് ആ ഷിപ്പിനെ ഓമോ പോലത്തെ എക്സാക്ട്ലി അത് തന്നെയാണ്. ഇത് പക്ഷേ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്, ശരിക്കും റെഗുലർ ഷേപ്പാണ്. അവർ ചെല്ലുന്നു, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, അതിനകത്ത് കയറുന്നു. അതിനകത്തൊരു വേറൊരു ഷിപ്പ്, ഒരു ചെറിയ ഷിപ്പ് ലാൻഡ് ചെയ്യുന്നു, ഒരു പര്യവേക്ഷണ കപ്പൽ ലാൻഡ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് കുറച്ച് എൻജിനീയേഴ്സ്, മറ്റേ ബയോളജിസ്റ്റൊക്കെ ഉണ്ട്. അവരൊക്കെ വന്ന് അത് അതിൻ്റെ ഷിപ്പിനകത്ത് എന്താണെന്ന് പഠിക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ ശരിക്കും സയൻറ്റിഫിക്കലി വളരെ ആക്യുറേറ്റ് ആയിട്ടൊരു ഡെപ്പിക്ഷനാണ്. ഒരു സെൻട്രിഫ്യൂഗൽ ഷിപ്പാണ്. അതായത് നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയലാറിൻ്റെ അവസാനം കാണുന്ന സ്പേസ് സ്റ്റേഷനില്ലേ, അതായത് സിലിണ്ടറിക്കലാണത് അതിൻ്റെ ഇൻറ്റീരിയർ. അതായത് ആ സർഫസ് മുഴുവൻ സിലിണ്ടറിക്കലാണ്. സിലിണ്ടറിക്കൽ സർഫസിൽ ഐലൻഡ്സ് ഉണ്ട്, പിന്നെ ചെറിയൊരു സീ ഉണ്ട്. അതായത് സിലിണ്ടറിക്കൽ സീ ആണ്. അതായത് നമ്മളതിനകത്ത് കൂടെ നടക്കുമ്പോൾ
നമ്മളാ അങ്ങനെ കുറേ അത് നല്ല ബ്യൂട്ടിഫുൾ, അതായത് വളരെ ആക്യുറേറ്റ് ഡിസ്ക്രിപ്ഷൻസ് ആണ്. അതായത് നമുക്കത് എന്താ പറയുക, നമുക്കത് പിക്ചറൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ആ ഷിപ്പ് കുറച്ച് കഴിയുമ്പോൾ ആക്ടിവേറ്റ് ആകും, ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വെച്ച് ഷിപ്പ് ആക്ടിവേറ്റ് ആകും അതിൻ്റെ അകത്ത്. പക്ഷേ ഇവർക്ക് വേറെ ലൈഫ് ഫോംസിനൊന്നും കാണാൻ പറ്റില്ല. ചെറിയ ചെറിയ റോബോട്ട്സിനെയൊക്കെ എൻകൗണ്ടർ ചെയ്യും, അതായത് ക്ലീനപ്പിനുള്ള റോബോട്ടുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എൻകൗണ്ടർ ചെയ്യും. അപ്പോൾ ഇവരിതിനെപ്പറ്റി ആക്ച്വലി ഒന്നും സംഭവിക്കുന്നില്ല, നമ്മളൊരു ഏലിയൻ ലൈഫ് ഫോമിനെ എൻകൗണ്ടർ ചെയ്യുന്നില്ല. പക്ഷേ ഈ ഷിപ്പ് അയച്ചതാരാണ്, എന്തായിരിക്കാം ഇതിൻ്റെ പിന്നിലുള്ള പർപ്പസ്, അതിനെപ്പറ്റിയുള്ള കുറേ ഡിസ്കഷൻസൊക്കെ നടക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ആ കാലത്ത് നമ്മൾ മാർസിലും മൂണിലൊക്കെ കോളനീസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. കാരണം മെർക്കുറിയിൽ വരെ ആൾക്കാരുണ്ട് എന്നാണ് പറയുന്നത്. അതായത് മെർക്കുറിയിലുള്ളവർ എൻജിനീയേഴ്സ്, അവർ കുറേ കൂടി അഡ്വാൻസ്ഡ് ടെക്നോളജി യൂസ് ചെയ്യുന്നവരാണ്. കാരണം സൂര്യനടുത്ത് ചെയ്യേണ്ടത് കൊണ്ട് അവർക്ക് കൂടുതൽ അവർ റെസീലിയൻ്റ് ആണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഭൂമി മറ്റേ കൺട്രീസായിട്ട് ഡിവൈഡ് ചെയ്തതിന് പകരം ഇവിടെ മാൻകൈൻഡ് ഒരു പ്ലാനറ്റ്സായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ആ രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ പൊളിറ്റിക്സ് ഉണ്ട് അതിനകത്ത്, കുറച്ച് പൊളിറ്റിക്കൽ ഡൈനാമിക്സ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ സയൻസ് ഫിക്ഷൻ്റെ, അതായത് ഹാർഡ് സയൻസ് ഫിക്ഷനാണ്. ആ ഷിപ്പിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന കാര്യമൊക്കെ ഭയങ്കര കിടിലമാണ്. എനിക്ക് തോന്നുന്നു ഹാർഡ് സയൻസ് ഫിക്ഷൻ ഫാൻസിന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയൊരു പുസ്തകമാണ്. ക്ലാസിക്കാണ്, ശരിക്കും നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഇവരിതിനെ ഓരോ ഈ ഓരോ ചലഞ്ച് വരുമ്പോഴും അവരതിനെ മറികടക്കുന്ന രീതികളുണ്ട്. അവർക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ ഈ പറഞ്ഞ ക്രൂ മെമ്പേഴ്സിനൊക്കെ അവരെയൊക്കെ നന്നായിട്ട് ക്യാരക്ടറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് വെറുതെ ഒരു കാർഡ്ബോർഡ് ക്യാരക്ടറല്ല, അതായത് മെയിൻ ക്യാരക്ടർ ക്യാപ്റ്റന് മാത്രമല്ല അതിലെന്തെങ്കിലും ചെയ്യാനുള്ളത്, എല്ലാവർക്കും അതിലെന്തൊക്കെയോ റോൾസ് ഉണ്ട്. അതൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ വായിച്ചതാണ് ഈ ഷോർട്ട് സ്റ്റോറി കളക്ഷൻ, സെൻറ്റിനൽ എന്നാണ് പേര് എൻ്റെ. പക്ഷേ സെൻറ്റിനൽ ശരിക്കും പറഞ്ഞാൽ അതിലെ പല കഥകളും ഒരു സയൻസ് ഫിക്ഷൻ്റെ അറ്റ്മോസ്ഫിയറാന്നേ ഉള്ളൂ. ശരിക്കും സയൻസ് ഫിക്ഷൻ എന്ന് തോന്നിയ 2 കഥകൾ എനിക്ക്, ഒന്ന് വിൻഡ് ഫ്രം ദ സൺ എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട്. ആ കഥ ശരിക്കും പറഞ്ഞാൽ സോളാർ സെയിൽ റേസിംഗ് ആണ്. അതായത് ഷിപ്പുകളൊക്കെ നമുക്കിപ്പം സൂര്യൻ്റെ ഈ ഫോട്ടോൺസ് ഇല്ലേ, അതായത് മീൻസ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഫോട്ടോൺസിൻ്റെ തള്ളൽ കാരണം നമുക്കതിനെ ഒരു എന്താ പറയുക, ഒരു സെയിലിലേക്ക്, ഒരു ഷിപ്പിൻ്റെ സെയിൽ പോലെ അതിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് തള്ളിയിട്ട് ആ ഷിപ്പിനെ മുന്നോട്ട് നീക്കും. അപ്പോൾ ആലോചിക്കണം എത്ര വലിയ ഷിപ്പായിരിക്കും എന്നുള്ളത്, എത്ര വലിയ സെയിൽ വേണ്ടി വരും എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെയുള്ള സെയിൽ വെച്ചിട്ടുള്ള കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഷിപ്സും അവർ റേസ് കണ്ടക്ട് ചെയ്യുവാണ്. ഒരു ഇത്രയും കൊല്ലം കൂടുമ്പോൾ ഒരു റേസ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ റേസാണ് അതിൻ്റെ ഡെപ്പിക്ഷൻ. അതിൽ കഥ എന്ന് പറയാൻ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, അതിൻ്റെ സയൻസ് ഫിക്ഷൻ ആസ്പെക്റ്റാണ് ഇതിൻ്റെ ഏറ്റവും കിടലും. അതായത് അതിനെ സ്റ്റീർ ചെയ്യുന്ന ടെക്നിക്കുകളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഒരു കോൾ ഫ്രം എ ഡിസ്റ്റൻ്റ് എർത്ത്. അത് ഷോർട്ട് സ്റ്റോറി അല്ല, അത് ആക്ച്വലി അതിൽ എല്ലാ കഥയ്ക്കും മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് മാർട്ടിൻ സ്കോർസെസെക്കോ എങ്ങാണ്ട് പുള്ളി പിച്ച് ചെയ്തൊരു ഐഡിയ ആയിരുന്നു. അതായത് ഒരു സയൻസ് ഫിക്ഷൻ മൂവി എടുക്കാൻ വേണ്ടിയിട്ട്, സിനിമയ്ക്കുള്ളത്. അപ്പോൾ അതിൻ്റെ 1 ലൈനാണ് ആ ഷോർട്ട് സ്റ്റോറി, കംപ്ലീറ്റ് ആ സിനിമയുടെ 1 ലൈനാണ്. പക്ഷേ രസമാണ് വായിച്ചിരിക്കാൻ. അതായത് ഇവരുടെ തലക്കകത്ത് എന്താണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കഥയാണിത്, സോങ്സ് ഫ്രം എ ഡിസ്റ്റൻ്റ് എർത്ത്. അത് രസമാണ്. പിന്നെ ഒരു കഥ ജൂപ്പിറ്ററിൽ ഒരു പര്യവേക്ഷണം നടത്തുന്നതാണ്. ഒരു ഹോട്ട് എയർ ബലൂൺ പോലത്തെ ഒരു സാധനം വെച്ചിട്ട് ഒരു എക്സ്പ്ലോറേറ്ററി മിഷനാണ്. ജൂപ്പിറ്റർ ഫുള്ള് ഒരു അൺസ്റ്റേബിൾ പ്ലാനറ്റ് ആണെന്നുള്ളത് പറയുന്നത്. ഒരു വലിയ ഗ്രേറ്റ് റെഡ് ഡോട്ട് ഉണ്ടല്ലോ, അതൊരു എപ്പോഴും ടർബുലൻ്റ് ആയിട്ടൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ അവിടെ പര്യവേഷണം നടത്തണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം വേണമെന്നാണ് പുള്ളിയുടെ തിയറി. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ പറഞ്ഞതൊക്കെ നേരത്തെ കോൺസെപ്റ്റുകൾ. ഈ സോളാർ സെയിലിൻ്റെ കാര്യമൊക്കെ നാസ പണ്ട് ട്രൈ ചെയ്തൊരു സാധനമാണ്. അതായത് ഒരു വയബിൾ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു അത്. അതായത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനം തന്നെയായിരുന്നു അത്. പക്ഷേ ആ കമ്പനിക്ക് അവർക്ക് ആ സോളാർ സെയിലൊന്നും സപ്ലൈ ചെയ്യാൻ പറ്റിയില്ല ടൈമിന്. അതുകൊണ്ടാണ് അവർ ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. ഞാൻ പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് ആക്ച്വലി അവർ അതുമായിട്ട് മുന്നോട്ട് പോയേനെ. പക്ഷേ ഇത് അതിനൊരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ വേണം. മറ്റേതുപോലെ സോളാർ പാനൽ മാത്രം പോരാ. അങ്ങനെ കുറച്ചുകൂടി കൂടുതൽ എൻജിനീയറിങ് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഈ കമ്പനിക്കത് കറക്റ്റ് സമയത്ത് സപ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവർ ഈ പരിപാടി ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ ഇയാളുടെ എല്ലാ കഥകൾക്കും എന്തെങ്കിലുമൊക്കെ സയൻറ്റിഫിക് ബാക്കിംഗ് ഉണ്ടാവും. അപ്പോൾ ഞാൻ കിട്ടുവാണെങ്കിൽ എടുത്ത് വായിച്ചു നോക്കൂട്ടോ, നല്ല സാധനമാണ് സെൻറ്റിനൽ.
ഇതാണ് ആർതർ സി ക്ലാർക്കിനെ പറ്റിയുള്ളത്. പിന്നെ നമ്മൾ ആർതർ സി ക്ലാർക്കിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആർട്ട് വേഴ്സസ് ആർട്ടിസ്റ്റിൻ്റെ കാര്യം അതിനി ഇവിടെ പറയുന്നില്ല, അതുകൂടി മനസ്സിലിരിക്കട്ടെ. അല്ല, നമ്മൾ ആദർ സി ക്ലാർക്കിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. ആ ആരോപണം ഇപ്പൊ തെറ്റായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതൊരു റെക്കോർഡിംഗ് ഉണ്ടെന്നാണ് ദ സൺ എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പർ പറഞ്ഞത്. അവർക്ക് ആ റെക്കോർഡിംഗ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഇറ്റ്സ് കൺസിഡേർഡ് സിമ്പിൾ അക്യൂസേഷൻ വിത്തൗട്ട് എനി ബാക്കിംഗ് എവിഡൻസ് ഇല്ല, എവിഡൻസ്. അത്രയല്ലേ ഉള്ളൂ. എവിഡൻസ് ഇല്ലെന്ന് ഓക്കെ. വെച്ചാൽ പുള്ളി അങ്ങനെ കാര്യം പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. സണ്ണ് അങ്ങനെ പറഞ്ഞെങ്കിലും അവർക്ക് ആ റെക്കോർഡിംഗ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ ഓക്കെ. ഉം. പിന്നെ അടുത്ത ഈ ലിസ്റ്റിൽ എനിക്ക് പറയാനുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ബുക്കാണ്. ഐ മീൻ, ഐ വുഡ് സേ ഇറ്റ് ഇസ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തുടങ്ങിയപ്പോൾ അത് ഭയങ്കര ഹൈ ക്വാളിറ്റി ആണെന്ന് തോന്നി. പക്ഷെ when I ended it, it ended up as a middling work. ഇത് മിച്ചൽ ലൂത്തിയുടെ ദ പിൽഗ്രിം എന്ന് പറഞ്ഞിട്ടൊരു കഥയാണ്, ഒരു നോവലാണ്. അപ്പോൾ അതിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജർമ്മൻ നൈറ്റ് ഉണ്ട്. ഇത് മറ്റേ ക്രൂസൈഡിൻ്റെ സമയമാണ്. അപ്പം ഒരു ജർമ്മൻ നൈറ്റിന് ഒരു ആർട്ടിഫാക്റ്റ് കൊടുക്കുന്നു, ഒരു മാജിക്കൽ ആർട്ടിഫാക്റ്റ് കൊടുക്കുന്നു. അത് ഇറ്റ് ഈസ് സപ്പോസ് ടു ബി, അത് കയ്യിലുണ്ടെങ്കിൽ ചർച്ച് വിൽ ഫൈൻഡ് ദം ആൻഡ് യു വിൽ ബി ക്രൂസിഫൈഡ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. ഇറ്റ് ഈസ് സപ്പോസ് ടു ബി സംതിങ് വെരി എന്താ പറയണ ഫോർബിഡൻ കൈൻഡ് ഓഫ് സ്റ്റഫ്. അത് ആക്ച്വലി ഒരു ഡെസിക്കേറ്റഡ് കൈയാണ്, എന്തോ ഒരു മാജിക്കൽ ക്രീച്ചറിൻ്റെ, മിത്തിക്കൽ ക്രീച്ചറിൻ്റെ. അപ്പോൾ ഈ സാധനം ഒരു സ്ഥലത്ത് എത്തിക്കാൻ പറഞ്ഞിട്ട് ഈ ഒരു നൈറ്റും അയാളുടെ ഒരു ചെറിയ സംഘവും പുറപ്പെടുന്നു അക്രോസ് നമ്മുടെ പാലസ്റ്റൈൻ, ജെറുസലേം ആ സമയത്ത് അതുവഴി. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ വഴിയിൽ വെച്ച് അവരെ കൊള്ളക്കാരന്മാരെ ആക്രമിക്കുന്നു. അവരെ വഴി തെറ്റി ഒരു ടെമ്പിളിൻ്റെ അകത്തോട്ട് കയറുന്നു. ആ ടെമ്പിളിൻ്റെ അകത്ത് ഒരു എന്താ മറ്റേ മനുഷ്യൻ്റെ ശരീരവും സിംഹത്തിൻ്റെ തല അങ്ങനെ എന്തോ ഉള്ള ഒരു ക്രീച്ചർ ഈ മറ്റവന്മാരെ ആക്രമിക്കുന്നു. ഇവന്മാരിലൊന്ന് രണ്ടുപേരെ ആക്രമിച്ച് കൊല്ലുന്നു. അപ്പോൾ ഫൈനലി അതിൻ്റെ കയ്യിൽ നിന്ന് ഇവർ രക്ഷപ്പെടുന്നത് ഈ കൈ പുറത്തെടുത്തിട്ടാണ്. പക്ഷെ ആ കൈ പുറത്തെടുത്ത് കഴിഞ്ഞതോടുകൂടി ആ കൈ ഈ ജർമ്മൻ നൈറ്റിൻ്റെ എന്താണ് പുള്ളിക്ക് അത് ചർച്ചിന് വേണ്ടിയിട്ട് എന്താണ് സീക്രട്ടായിട്ട് കൊണ്ടുപോവാണ്. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാളുടെ ഭാര്യ ആത്മഹത്യ ചെയ്തു, മോൻ ബാപ്റ്റിസത്തിന് മുമ്പ് മരിച്ചു. അപ്പോൾ അവർ രണ്ടും നരകത്തിൽ പോവും, അവരെ അബ്സോൾവ് ചെയ്യാമെന്നാണ് ഇതിന് പ്രോമിസ് കൊടുത്തിരിക്കുന്നത് ഈ ഇതിനെ കൊണ്ട് പോവുകയാണെങ്കിൽ. പക്ഷേ ഈ സാധനം കയ്യിൽ പുറത്തെടുക്കുന്നതോടു കൂടി ഈ ലാൻഡ്സ്കേപ്പ് ഫുള്ള് ചേഞ്ച് ആവുകയാണ്. അവർ വേറൊരു റിയാമിലോട്ട് കംപ്ലീറ്റ്ലി അവരെ ട്രാൻസ്പോർട്ട് ചെയ്തേക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരുണ്ട് അവിടെ, പക്ഷേ എല്ലാത്തിനും ദേ ഓൾ ലീവ് ഇൻ എ ഫിയർ ഓഫ് സർട്ടൻ എൻറ്റിറ്റീസ്. അപ്പോൾ നല്ല നല്ല ഗ്രിപ്പിംഗ് സാധനമൊക്കെയാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പുള്ളി അനാവശ്യമായിട്ട് വലിച്ച് നീട്ടിയിരിക്കുകയാണ്. ഇതൊരു 100 പേജ് കുറച്ച് വെച്ചിരുന്നെങ്കിൽ വളരെ എൻജോയബിൾ റീഡായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ബേസിക്കലി അതിലാകെ തോന്നിയത് അനാവശ്യമായി ഫ്ലോറൽ ലാംഗ്വേജും ഒക്കെ ഇട്ട് ഇച്ചിരി ഒന്ന് വലിച്ചു നീട്ടി. ബട്ട് ഇറ്റ് വാസ് എന്താ പറയുക, ഇറ്റ് വാസ് എൻ എക്സർസൈസ് ഇൻ വിഷ്വലൈസിങ് എ ന്യൂ എന്താ ഒരു ഫാൻറ്റസി വേൾഡ് എന്ന് വേണേൽ പറയാം. ഹൊറർ ആണെന്ന് പറയുന്നുണ്ട്. എനിക്ക് ഹൊററിനേക്കാളും ഇറ്റ് വാസ് ഫാൻറ്റസി എന്നാണ് എനിക്ക് തോന്നിയത്. ഇറ്റ് വാസ് മിച്ചൽ ലൂത്തീസ് പിൽഗ്രിം. രേഖ കുറന്നേരം മിണ്ടാണ്ടിരിക്കണം, എല്ലാം പറ. ഇല്ല, ഞാൻ ഈ വലിച്ചു നീട്ടിയതിപ്പം ഇന്നലെ ഇൻസിഡൻ്റലി ഐ ഹാഡ് ദിസ് കോൺവെർസേഷൻ വിത്ത് നിർമ്മൽ ദിസ് മോർണിംഗ്. ഞങ്ങൾ രണ്ടുപേരും ഭാരതി രാജയുടെ 2 സിനിമകൾ സെപ്പറേറ്റ്ലി കണ്ടു. അപ്പം ഞാൻ ടിക് 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 എന്ന് പറഞ്ഞിട്ടൊരു 1981 കമൽഹാസൻ മൂവി കണ്ടിരുന്നു. ഹി വാച്ച്ഡ് സിഗപ്പ് റോജാക്കൾ. അപ്പം ഞാനത് കാണാൻ ഇരിക്കുകയായിരുന്നു. ഞാനത് കണ്ടതാണ് ഓൾറെഡി പണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു സിനിമയൊക്കെ കൊള്ളായിരുന്നു, പക്ഷേ ഇങ്ങനെ എന്തോ ഒരു പ്രശ്നമുണ്ട്.
ഇങ്ങനെ വലിച്ചു നീട്ടിയതായിട്ട് ഫീൽ ചെയ്തു. ആവശ്യമില്ലാതെ കുറേ കാര്യം ഞാൻ പറഞ്ഞു അത് ഞങ്ങൾ രണ്ടുപേരും എടുത്ത് വയ്ക്കുമ്പോൾ ദിസ് മൂവി എനിക്ക് തോന്നുന്നു 80s മൂവീസിന്റെ പ്രത്യേകത ദേവർ 3-hour മൂവീസ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുറേ ഇത് പാട്ടൊക്കെ ഇത് കഴിഞ്ഞിട്ടും എഡിറ്റിംഗ് ഒട്ടും ക്രിസ്പ് ആയിരുന്നില്ല എന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നു. രണ്ടിൻ്റെ അടിപൊളി സിനിമകളാണ്, പക്ഷെ ഇറ്റ് കുഡ് ബീൻ ഇന്നത്തെ കാലത്ത് ആ സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ അതിൻ്റെ എഡിറ്റിംഗ് കുറച്ചും കൂടെ ക്രിസ്പ് ആയിരുന്നേനെ. അത് മേ ബി ഒരു അണ്ടർ 2 hours ആ സിനിമ കഴിഞ്ഞേനെ. അപ്പം ഐ വാസ് ജസ്റ്റ് വണ്ടറിങ് വെദർ ഇത് ആ 80s കാലഘട്ടത്തിൽ എഴുതിയ ബുക്ക് വല്ലതും ആണോ, ഇറ്റ്സ് പ്രോബബ്ലി ആ ഒരു ആ റൈറ്റിംഗ് ആ സമയത്തെ റൈറ്റിങ്ങിന്റെ പ്രത്യേകതയും ആവാം. പീപ്പിൾ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഉണ്ടാവും ഓരോ ഈറയ്ക്കും. അങ്ങനെ വലുതാണോ എന്ന് ഞാൻ ഗൂഗിൾ ചെയ്യാൻ പോകുമായിരുന്നു. പുതിയ ബുക്ക് വളരെ പുതിയതാ. എന്നാ അപ്പം അതല്ല, സോറി, ദാറ്റ് ഫെയിൽസ് മൈ തിയറി. വാട്ട് എൽസ് വേറെന്താ പറയാനുള്ളത്? ഞാൻ ആക്ച്വലി ഒരു ബുക്ക് വായിച്ചേ, ബെസ്റ്റ് ഓഫർ വിൻ, മരീസ കഷീനോ എന്ന് പറഞ്ഞിട്ടൊരു ഓത്തറിന്റെ. ഐ തിങ്ക് ഷീസ് ഏഷ്യൻ. ഇത് ഒരു എന്താ പറയുക, തുടങ്ങുമ്പം ഇറ്റ് സ്റ്റാർട്ട്സ് ഓഫ് ആസ് ഒരു യങ് കപ്പിൾ. അവർക്ക് കുട്ടികളില്ല എന്ന് തോന്നുന്നു. ദേ ട്രൈങ് ടു ഫൈൻഡ് എ ഹൗസ്, പുതിയൊരു വീട്ടിലേക്ക് മാറാൻ നോക്കുകയാണ്. അപ്പോൾ ഇവരോട് ആരോ പറയും ഇവരുടെ അപ്പോൾ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ഇസ് വെരി വെരി എന്താ പറയുക, ഒരു ഭയങ്കര കോമ്പറ്റേറ്റീവ് മാർക്കറ്റാണ്. അപ്പോൾ ഇവരുടെ ബഡ്ജറ്റും നല്ലൊരു വീടും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ലാത്ത ലെവലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഒരു ദിവസം ഈ സ്ത്രീൻ്റെ അടുത്ത് ഈ സ്ത്രീൻ്റെ ഒരു കൊളീഗ് പറയും, ആ കൊളീഗിൻ്റെ സിസ്റ്ററിലുള്ള ഒരു വീട് വിൽക്കാൻ നോക്കുന്നുണ്ട്. അത് ഒരു ഗേ കപ്പിളും അവരൊരു ഏഷ്യൻ കുട്ടീനെയും അഡോപ്റ്റ് ചെയ്തിട്ട്, ഈ സ്ത്രീ ഏഷ്യൻ, ഈ സെൻട്രൽ ക്യാരക്ടർ ഓൾസോ ഏഷ്യൻ, അവരുടെ വീടാണ് വിൽക്കാൻ പോകുന്നത് എന്ന് പറയും. വാട്ട് ഷീ ഡസ് ഇസ് ഷീ ഗോസ് ആൻഡ് ലുക്സ് അറ്റ് ദിസ് ഹൗസ് എന്നല്ല, അവരില്ലാത്ത സമയത്ത് പോയിട്ട് ബാക്ക് യാർഡിൻ്റെ സൈഡ് ഗേറ്റ് തുറന്ന് ബാക്ക് യാർഡും വീടിൻ്റെ അകത്തേക്കൊക്കെ നോക്കി വീടിൻ്റെ അകത്തുനിന്ന് കിച്ചനൊക്കെ കണ്ടുവരുമ്പം ഈ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വരുമ്പം ആ കപ്പിൾ ഈ സ്ത്രീനെ പിടിക്കും. ചോദിക്കുമ്പോൾ പറയും, ഓ ഞാൻ ഇതുവഴി ഓടാൻ വന്നതാണ്, എൻ്റെ ഹസ്ബൻഡ് അപ്പുറത്ത് എവിടെയുണ്ട്. ഷീ ലൈസ് ആൻഡ് ദെൻ ഷീ ബംസ് ഇൻ ടു ദം അഗെയിൻ. ഷീ പർപ്പസ്ഫുള്ളി ഈ കപ്പിളിൽ ഒരാൾ പോകുന്ന ഒരു പിലാറ്റിസ് ക്ലബിലോ എന്ത് പോയി ജോയിൻ ചെയ്യും, just to strike up a conversation. And then accidentally she says, oh ഞങ്ങളിങ്ങനെ വീട് നോക്കുകയാണ്, we're trying to build a family, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. അപ്പോൾ അയാൾ പറയും, ഓ ഞങ്ങളുടെ വീടും വിൽക്കാൻ പോവാണ്, why don't you come and see. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഹസ്ബൻഡിൻ്റെ വായെന്ന് വീഴും ദാറ്റ് they had already found out എന്നുള്ള ഒരു സത്യം പുറത്തേക്ക് വീഴും. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഇറ്റ് ചേഞ്ചസ് ബിക്കോസ് her behavior was stalking behavior ആയിരുന്നു. From there, the book takes a very dark turn. പുള്ളിക്കാരത്തി how she plots to get that house എന്നുള്ളത്. ആ house is her house of dreams. അത് കഴിഞ്ഞ് പിന്നെ whatever she does has no rational. Now this ഒരു maniac സ്വഭാവത്തിൽ eventually she lands the house. അതിൽ the levels she goes to make sure they sell. അവർ പറയും ഈ വീട് നിങ്ങൾക്ക് വേറെ ആർക്ക് വിറ്റാലും നഷ്ടത്തിൽ വിറ്റാലും നിങ്ങൾക്ക് ഞങ്ങൾ വിൽക്കാൻ പോകുന്നില്ല എന്ന് പറയും. ഒബ്വിയസ്ലി അവരുടെ പ്രൈവസിലേക്ക് കയറി ചെന്നിട്ട് അവരുടെ കുട്ടിയെ വരെ ഷീ യൂസസ് സെയിങ്, ഓ ഐ എം ഏഷ്യൻ, ദേ ആർ ഏഷ്യൻ, ഐ നോ ലൈക്ക് ആ ഒരു ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ട് ഈ സ്ത്രീ. പക്ഷെ ദെൻ ഷീ സ്റ്റാർട്ട്സ് എ ക്യാമ്പയിൻ ടു ഗെറ്റ് ദിസ് ഹൗസ്. സോ ദ ബുക്ക് എൻഡ്സ് വെയർ നോബഡി ഈസ് ഹാപ്പി. ലൈക്ക് ഷീ ഈസ് വെരി ഹാപ്പി വീട് കിട്ടി എന്നുള്ളതിൽ, പക്ഷെ ദ ടോൾ ഇറ്റ് ടേക്സ് for her to reach that point എന്നുള്ളതാണ് കഥ. It's a very very dark book and you're like, what are you doing? Let it go, ആരെങ്കിലും പോയി താമസിച്ചോട്ടെ ആ വീട്ടില്. പക്ഷെ ഇറ്റ്സ് വെരി ഡാർക്ക്. അങ്ങനത്തെ ഡാർക്ക് പുസ്തകങ്ങൾ ഇഷ്ടമാണെങ്കിൽ വെൽക്കം. What's the title again? The best offer wins. മരീസ കഷീനോ എന്നാണ് ഓത്തറിന്റെ പേര്. ഡാർക്ക് എന്നിട്ട് ഇതില്ലേ നമ്മുടെ ആ ഒരു ലോയറിൻ്റെ ഒരെണ്ണമുണ്ടല്ലോ, ഒരു ബുക്ക് ഞാൻ കഴിഞ്ഞ കൊല്ലം വായിച്ചത് കണ്ടാണത്. ഒരു അണ്ടർവേൾഡ് ഡോണിൻ്റെ ഒരു ലോയർ ആക്സിഡന്റലി ആ ഡോണിനെ കൊല്ലണ ഒരു ബുക്ക്. അതിന്റെയൊക്കെ കുറച്ചും കൂടെ ഡാർക്കർ വേർഷൻ. അതിന്റെ ഡാർക്കർ വേർഷൻ ആണിത്. അത് കുറച്ചും കൂടെ കോമഡി ഉണ്ടല്ലോ, അതിൽ എലിമെന്റ് ഓഫ് കോമഡി ഉണ്ടല്ലോ. ദിസ് ഇസ് ഒരു ഡീറേഞ്ച്ഡ് മൈൻഡിന്റെ സ്പൈറലിംഗ് ആണിത്. But
ഇന്നത്തെ ആക്ച്വലി ഓസ്ട്രേലിയൻ പ്രോപ്പർട്ടി മാർക്കറ്റ് വാസ് ഒരു 2-3 മാസം വാസ് ക്രേസി, ലൈക്ക് അബ്സല്യൂട്ട്ലി ക്രേസി ആണ്. ഇപ്പൊ പുതിയ ആൾക്കാർ വീട് മേടിക്കാൻ നോക്കുമ്പോൾ ചുമ്മാ പണ്ട് ലൈക്ക് ഒരു ആവറേജ് ഒരു 500,000 എന്നുള്ള വീടൊക്കെ പെട്ടെന്ന് ഒരു ബില്യണായി, പെട്ടെന്ന് ഓവർനൈറ്റ്. പക്ഷെ അത് കാശ് ഇവിടെ കൊടുത്ത് മേടിക്കുന്ന എങ്ങനെയാണ് ആൾക്കാരുണ്ട്. ഇവിടെ എങ്ങനെയാണ് ഇറ്റ്സ് ബിക്കം ക്രേസി ഇവിടെ. അപ്പം ഞങ്ങൾ ജസ്റ്റ് രക്ഷപ്പെട്ടു. ഈ വീട് ഞങ്ങൾ വാങ്ങിക്കുന്നത് കോവിഡിന് മുമ്പ് ആയതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു, സെയിം അല്ലെങ്കിൽ തിങ് പെട്ടേനെ നമ്മള്. അപ്പൊ അത് ആ ഒരു ഇത് വെച്ച് വായിക്കുമ്പോൾ ഇറ്റ്സ് വെരി കണക്റ്റിംഗ്. ആരെങ്കിലും ഒക്കെ ചെയ്താൽ അത്ഭുതപ്പെടാൻ പറ്റില്ല. അതാണ് ബെസ്റ്റ് ഓഫ് റിറ്റ്സ്. ഇങ്ങനത്തെ കുറെ എനിക്ക് വട്ടുബുക്കുകളാണ് എനിക്ക് ഒരു ലാസ്റ്റ് ബുക്കും കൂടെ ഉണ്ട്. ഐ തിങ്ക് ഐ കൺക്ലൂഡ് വിത്ത് ദാറ്റ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളായിട്ട് ആളുകൾ പറഞ്ഞു നടന്നതാണ് എൻഷിറ്റിഫിക്കേഷൻ. എൻഷിറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഐ ഓപ്പണർ. ഇത് ബേസിക്കലി എങ്ങനെയാണ് ലാർജ് കോർപ്പറേഷൻസ് ടേക്ക് യു ക്യാപ്റ്റീവ് ആൻഡ് ദെൻ മേക്ക് സർവീസസ് പെയ്ഡ്, and then slowly the focus shifts from the users to the people who pay, and then finally they initiatify it for the people who pay also, and all the money goes into the corporations. അതാണ് ഈ സംഭവത്തിൻ്റെ ഇത്. ഇപ്പം ഒരു ഭയങ്കര സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാണ്, ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്താ, ഫ്രീ ഫോർ ആൾ, വരൂ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരൂ നൈസായിട്ട് പറയുക, ഡേറ്റ ഊറ്റിക്കൊണ്ടിരുന്നു. എന്നിരുന്നാൽ പോലും ഫേസ്ബുക്ക് വാസ് യൂസബിൾ ഫോർ എ ലോങ് ടൈം. അത് കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു, അവർ ആഡ്സ് ക്രിയേറ്റ് ചെയ്തു തുടങ്ങി. ഇപ്പം എനിക്ക് എൻ്റെ ബിസിനസ്, ഫേസ്ബുക്കിലെ ബിസിനസ് മറ്റാളുകളിൽ എത്തിക്കണം, എനിക്ക് കൂടുതൽ ഓഡിയൻസിലെത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കാശ് കൊടുത്ത് ആഡ്സ് കൊടുക്കാം. അപ്പം ഇനീഷ്യലി അവരെന്ത് ചെയ്തു, ഈ ആഡ്സ് ഇവർ കളക്ട് ചെയ്യുന്ന ഡേറ്റ ഉപയോഗിച്ചാണ് ഈ ആഡ്സ് ആളുകൾക്ക് പുഷ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ആഡ്സ് എനിക്ക് റീച്ചൊക്കെ കിട്ടും. ബട്ട് പതുക്കെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിലുള്ള ആളുകൾ എന്ന് പറയുന്നത് തന്നെ അവർക്കൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല. എല്ലാവരും അവരവരുടേതായ സാധനങ്ങളിലാണ് പോകുന്നത്. ആഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെന്താണ്, നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകും. അപ്പം ഈ ആളുകൾക്ക് റീച്ച് കിട്ടുന്നുണ്ടെങ്കിലും അവർക്ക് അതിൽ നിന്ന് ഔട്ട്കം ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ബേസിക്കലി അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവസാനം ഇവന്മാർക്ക് മാത്രം കാശ് കിട്ടുന്നുണ്ട്. ഇത് ഉപയോഗിക്കുന്നവനും ഒരു സന്തോഷമില്ല, പേ ചെയ്യുന്നവനൊരു സന്തോഷമില്ല. ഇറ്റ് ഈസ് ദ സർവീസ് ഹാസ് ബീൻ കംപ്ലീറ്റ്ലി എൻഷിറ്റിഫൈഡ്. അങ്ങനെ പല എക്സാമ്പിൾസ് എടുത്തിട്ട് ഹൗ മോഡേൺ കോർപ്പറേഷൻസ് ആർ എൻഷിറ്റിഫൈയിങ് ദെയർ സർവീസസ് എന്നുള്ളതിന് ഒരു ഭയങ്കര എക്സാമ്പിൾ. അപ്പോൾ അത് പാറ്റേൺ ആണ്, റിക്കറിങ് പാറ്റേൺ. അത് നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ഒരു സാധനം ഉണ്ടാക്കുന്നു, സക്സസ്ഫുൾ ആവാൻ വേണ്ടി എല്ലാവർക്കും വെറുതെ കൊടുക്കുന്നു, അത് അല്ലെങ്കിൽ വില കുറച്ച് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റീവ് ഓഡിയൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ അവരെ ഫ്ലീസ് ചെയ്യുന്നു. ഇപ്പം നോക്കിക്കോളൂ, ഇപ്പം നമ്മൾ ഈ പറയുന്ന AI ടോക്കൺസ് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ പ്രോഗ്രാമിങ്ങിൽ നമുക്ക് AI ടോക്കൺസ് ഉണ്ടായിരുന്നു. ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ കോപൈലറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ടോക്കൺസ് ഉണ്ടായിരുന്നു. ഇപ്പം ഫ്രീ ടോക്കൺസ് ഇല്ല, ടോക്കൺസിന് വില കൂടുതലാണ്. അത് ഇപ്പോഴും ഡിസ്കൗണ്ടഡ് റേറ്റ് ആണ്. ഇവർ ആക്ച്വലി ലാഭം ഉണ്ടാക്കണമെങ്കിൽ ഇവന്മാർക്ക് റേറ്റ് കൂട്ടണം. അപ്പം അതുവരെ ബാക്കിയുള്ളവന്റെ സ്കില്ല് മുഴുവൻ ലീച്ച് ഓഫ് ചെയ്ത് ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു കണ്ടീഷൻ ആക്കി കഴിഞ്ഞിട്ട് ഇവന്മാർ ജാക്കപ്പ് ചെയ്യും. ഇപ്പം അത് ഇറ്റ്സ് എ വെരി ഡിസ്റ്റോപ്പിയൻ പിക്ചർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഇഫ് യു റിമെമ്പർ കോഴ്സീറ, ഖാൻ അക്കാഡമി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ലേണിംഗ് പ്ലാറ്റ്ഫോംസ്, they originally used to be you could buy a course. They were expensive courses, cheap അല്ല കേട്ടോ, ലൈക്ക് $50-60 കോഴ്സ് ആയിരിക്കും. പക്ഷേ ഖാൻ അക്കാഡമിയുടെ ഒക്കെ ഞാൻ 1-2 കോഴ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. വെരി റിയലി ഗുഡ് ക്വാളിറ്റി കോഴ്സുകാരന്മാരെ ആയിരുന്നില്ല, വെരി ഗുഡ് ക്വാളിറ്റി കോഴ്സസ് ആയിരുന്നു. ആൻഡ് ഞാൻ ഈ 1-2 കോഴ്സസ് വാങ്ങിച്ച് കുറച്ച് കഴിയുമ്പോൾ പ്ലൂറൽ സൈറ്റ് ബിക്കേം എ സബ്സ്ക്രിപ്ഷൻ. അപ്പൊ ഞാൻ വെച്ച് ഫ്ലോറൽ സെറ്റ് ആക്ച്വലി ആദ്യമേ ഒരു സബ്സ്ക്രിപ്ഷൻ ആയിരുന്നു. ദീസ് പീപ്പിൾ ഓൾസോ ചേഞ്ച് ടു സബ്സ്ക്രിപ്ഷൻ മോഡൽ. എന്നിട്ട് ഖാൻ അക്കാഡമിയിൽ നിന്ന് എനിക്ക് ഇമെയിൽ വന്നു, ബിക്കോസ് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചത് കൊണ്ട് ആ കോഴ്സസ് വിൽ ഓൾവേസ് ബി അവൈലബിൾ ഫോർ മീ. പക്ഷേ ഇഫ് ഐ വോണ്ട് ടു ആക്സസ് അതർ കോഴ്സസ് ഇറ്റ് ബിക്കംസ് എ സബ്സ്ക്രിപ്ഷൻ മോഡൽ. അതായത് ഞാൻ ഈ ഒരു കോഴ്സിന് $60 എന്തോ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഇസ് ലൈക്ക് എവറി മന്ത് ഹാവ് ടു പേ $15. ഈ $15 ഞാനിതിൽ എത്ര കോഴ്സ് ചെയ്യാൻ നോക്കും ടു മേക്ക് ഇറ്റ് വർത്ത് ദ മണി. ലൈക്ക് ഞാനിത് ഒരു ആവശ്യത്തിന് വരുമ്പോഴാണല്ലോ നമ്മളൊരു കോഴ്സ് നോക്കുന്നത്, വിച്ച് ഐ ഡോണ്ട് നോ. എനിക്കത് ഭയങ്കര ഞാൻ പിന്നെ ഐ ഡിഡ്ന്റ് സബ്സ്ക്രൈബ്.
പക്ഷെ ഐ ഫെൽറ്റ് ഇറ്റ്സ് സെയിം തിങ് അല്ലേ മൂവീസിന്റെ. സബ്സ്ക്രിപ്ഷൻ മോഡൽ സെൻഷിറ്റിഫിക്കേഷൻ. ഈ സാധനം നമ്മുടെ പ്രൈം വീഡിയോസും എല്ലാ സാധനവും പ്രൈമിന് ആദ്യം കാശ് കൊടുക്കുന്ന നമുക്ക് പ്രൈം വീഡിയോസ് ഉണ്ട്, നമുക്ക് കാശ് കൊടുത്ത് വേറെ സിനിമ വാങ്ങി. ഇപ്പൊ പ്രൈം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അത് മുഴുവൻ പരസ്യമാണ്. ഇതുപോലെ തന്നെ ഇത് ഇപ്പോഴൊന്നും അല്ല, പണ്ട് ഓർമ്മയുണ്ടോ, നമുക്ക് ദൂരദർശൻ ഉണ്ടായിരുന്നു, കേബിൾ ടി വി ഉണ്ടായിരുന്നു. ആദ്യം കേബിൾ ടിവിയുടെ കാശ് മാത്രം കൊടുത്താൽ അതായിരുന്നു, കേബിൾ ടിവിയിൽ പരസ്യമില്ലായിരുന്നു. പിന്നെ കേബിൾ ടിവിയിൽ കാശും കൊടുക്കണം, കേബിൾ ടിവിയുടെ പരസ്യവും കാണണം. പിന്നെ ദൂരദർശൻ പിന്നെ ഫുൾ പരസ്യമായിരുന്നു, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇഫ് എനിബഡി റിമെമ്പേഴ്സ് ഓം നമ ശിവായ 1 മണിക്കൂർ പരിപാടിയാണ്, 20 മിനിറ്റേ ഉള്ളൂ സംഭവം. അതെ, ബാക്കി മുഴുവൻ പരസ്യമായിരുന്നു. എവറി 4 minutes പരസ്യമായിരുന്നു. ഈ സ്പോട്ടിഫൈയിൽ പാട്ടിട്ടിട്ടേ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മളൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി ഇപ്പം നമ്മൾ കേൾക്കുമ്പോൾ അതിനിടയിൽ വേറെ പരസ്യം വരുമായിരുന്നു പണ്ട്. നമുക്കത് വിഷയമല്ല, നമ്മൾ റേഡിയോക്കിടയിൽ പരസ്യം കേൾക്കുന്ന ആളാണ്. നിങ്ങൾ ചോദിക്കുന്നില്ലേ സ്പോട്ടിഫൈയിൽ ഇപ്പോൾ ഇത് മാറ്റണമെങ്കിൽ പരസ്യം വേണോ, പരസ്യം മാറ്റണമെങ്കിൽ ഇത്രയും രൂപയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യാറില്ല. ഇപ്പം എന്താ അവസ്ഥ എന്നറിയാമോ, സ്മാർട്ട് ഷഫിൾ എന്ന് പറഞ്ഞ പരിപാടി വന്നു. നമ്മുടെ പ്ലേലിസ്റ്റ് അല്ല വരുന്നത്, നമ്മളൊരു പാട്ട് അതിൽ കേൾക്കുമായിരിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഏതെങ്കിലും പ്ലേലിസ്റ്റിൽ നിന്ന് ഏതെങ്കിലും പാട്ട് എടുത്തുകൊണ്ട് വരും റാൻഡമായിട്ട്. ഇപ്പൊ അതാ അവസ്ഥ. അപ്പൊ പേര് അതുകൊണ്ട് എനിക്ക് പേടാ, ഞാൻ ഫാമിലി ഗ്രൂപ്പ് എടുത്തേക്കുക. ഫ്രണ്ട്സ് ഓൾസോ, ഞാൻ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്തു എന്റെ അക്കൗണ്ട്. വരും എന്റെ ഫാമിലിയിൽ ചേരും, സ്പോട്ടിഫൈ എടുത്തോളൂ. ഞാൻ കുറെ കാശ് എടുക്കട്ടെ, ആരെങ്കിലും ഒക്കെ കേക്കട്ടെ. ഞാൻ പറയായിരുന്നു പൈറസിയിലേക്ക് പതുക്കെ ആൾക്കാർ പോകും. അല്ല, തീർച്ചയായിട്ടും പോകും. കാരണം പൈറസി നിന്നത് എന്തുകൊണ്ടായിരുന്നു, ഈ ഓൺലൈൻ സ്ട്രീമിംഗ് സർവീസസ് അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ കിട്ടുമായിരുന്നു. പക്ഷേ പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് 5 അല്ല 6-7 എണ്ണം വേണം. ഏതൊക്കെ വേണം? എല്ലാ മലയാള സിനിമ കാണണമെങ്കിൽ എനിക്ക് നെറ്റ്ഫ്ലിക്സ് വേണം, എനിക്ക് പ്രൈം വീഡിയോ വേണം, എനിക്ക് സീ വേണം, ഹുലു. അല്ലെങ്കിൽ ഹുലു ബേസിക്കലി ഇതാണല്ലോ, ഏതാണ് നാട്ടില് ഹോട്ട്സ്റ്റാർ, മനോരമ മാക്സ്. 7-8 എണ്ണം വെച്ച് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് വേണ്ട സാധനം എല്ലാം കിട്ടുള്ളൂ. രസം വെച്ചാൽ ഒരു പടം കാണാൻ വേണ്ടിട്ട് ഇരിക്കുമ്പോഴേ ഇത് ഏതില്ല ഉള്ളതെന്ന് വെച്ചങ്ങ് തപ്പുക, ഒരു അരമണിക്കൂർ ഇതിനകത്ത് തപ്പി നടക്കും. അതൊരു പ്രശ്നം. Basically this is what it is. It talks about how somebody brings you in, how somebody locks you in when an audience is there, and then they slowly start enshittifying. നമ്മുടെ തവള ഇരിക്കുന്ന വെള്ളം തിളപ്പിക്കുന്ന പരിപാടി ഇല്ലേ, പതുക്കെ ചൂടായി കഴിഞ്ഞാൽ തവള അറിയില്ല. അഡോബിയുടെ കേസൊക്കെ വായിച്ചു നോക്കിയാൽ അറിയാം. അഡോബി കേസ് സ്റ്റഡിയൊക്കെ എന്ത് പ്രെഡേറ്ററി ബിഹേവിയർ ആണെന്ന്. അവർക്കെതിരെ ഇപ്പൊ ക്ലാസ് ആക്ഷൻ ലോസൂട്ട് ഒക്കെ ഉണ്ട്. അഡോബി രക്ഷയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് PDF വായിക്കാൻ മാത്രമേ പറ്റുള്ളൂ. പിന്നെ എനിക്കത് മതി, എനിക്ക് എഡിറ്റ് ചെയ്യണ്ട. വേണമെങ്കിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഓഫീസിൽ PDF എഡിറ്ററിൽ എഡിറ്റ് ചെയ്യാം. പക്ഷെ എന്നാലും തിരിസങ്കടമാണ്. That's all I have. വേറെ വല്ലതും നോട്ടവർത്തി? തമാശ. The distinctly competent district councillor ജോണസിന്റെ ബുക്കാണ്. അങ്ങേരുടെ ബുക്ക് അങ്ങേരുടെ ബുക്ക് വായിച്ചവർക്ക് അറിയാം എന്തായിരിക്കും ഇതെന്ന്. ഇതൊരു ചെറിയ പുസ്തകം, ഇത്രയേ ഉള്ളൂ. ഞാനത് വാങ്ങിച്ചപ്പോ വെറുതെ വാങ്ങിച്ചു. അങ്ങനെയുടെ ബുക്ക് കണ്ടപ്പോ എനിക്ക് അങ്ങനെയുടെ ബുക്കുകൾ ഇഷ്ടാട്ടോ. കാരണം നമ്മുടെ പണ്ടും ആ ഒരു മോഡാണ് പുള്ളി. ഫുൾ തമാശ. അത് ഇറവറന്റ് ആണ്. ഇതൊരു ടൗൺ, ഒരു കൊച്ചു ടൗൺ. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളമാര് മാനും മഞ്ചാടി ഇല്ലാത്തൊരു ടൗൺ ഒന്നും ഇല്ല അവിടെ. അപ്പൊ ആ ടൗണിന് ഒരു കറപ്റ്റ് മേയർ ഉണ്ട്. ആർക്കും ഇഷ്ടമല്ല അങ്ങേരെ. അപ്പൊ ഒരു ഇലക്ഷൻ വരുമ്പം ഒരു സ്ത്രീ ജയിക്കും, ഒരു പെൺകുട്ടി. പുള്ളിക്കാരത്തി മേയർ. പുള്ളിക്കാരത്തി അറിയും ഒരു ജർമ്മൻ ടയർ കമ്പനി പുതിയ അവര് ടയറിന്റെ എന്തോ ഒരു കമ്പനി തുടങ്ങാൻ നോക്കുന്നുണ്ട്. അപ്പൊ 2-3 ടൗണുകൾ അവര് ഷോർട്ട് ലിസ്റ്റ്. അപ്പൊ ഇതിൽ ഒരു പോസിബിലിറ്റി ഇവരുടെ ടൗൺ ഉണ്ട്. അപ്പൊ ഇവര് എന്ത് ചെയ്യുന്ന വെച്ചാൽ വിത്തിൻ എ മന്ത് അവരുടെ ആൾക്കാർ വരുന്നുണ്ട് ഇത് കാണാനായിട്ട്. വിത്തിൻ എ മന്ത് അതൊരു ജർമ്മൻ ടൗൺ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ജർമ്മൻ സ്കൂൾ, ഒരു ബാത്ത് ഹൗസ്, ഇതൊക്കെ പുള്ളിക്കാരത്തി സെറ്റപ്പ്. ഫുൾ ഉടായ്പാണ്, കംപ്ലീറ്റ് ഉടായ്പ്. എന്നിട്ട് അവസാനം ഇതാണ് ഇതിന്റെ കഥ. അയാളെ ഇംപ്രസ് ചെയ്ത് ഇവിടെ ഫാക്ടറി വരുത്തുന്നു എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ്സ് ഹിലേറിയസ്. ഇസ്റ്റിന് കൂടെ വരുന്ന എന്തോ 10-12 വയസ്സുള്ള ചെക്കൻ. അവന് മാത്രമേ ജർമ്മൻ അറിയുള്ളൂ.
ജർമ്മൻ സ്കൂൾ നടത്തിയാൽ പോരല്ലോ, ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ വേണ്ടേ. ഈ ചെറുക്കനെങ്ങാനാണ് ബാക്കി ടീച്ചേഴ്സിന് ജർമ്മൻ പഠിപ്പിക്കുന്നത്. അതുമാരെ ഇതില് ഇവര് ലൈബ്രറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ, ഇങ്ങനത്തെ കുറെ ഒരു മോട്ടലി ക്രൂ വരെയാണ്. ദി കം ടുഗെദർ, ഒരു 5-6 പേര് ഒരു മാസത്തിനുള്ളിൽ ഒരു ജർമ്മൻ ടൗൺ ആക്കുന്നു. ആഹാ, അടിപൊളി കഥ. വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള കഥയാണ്. നിങ്ങൾക്ക് ഇതുമാരെ കുറെ ഡാർക്ക് സ്റ്റോറീസ് വായിച്ച് കിളി പോയിരിക്കുകയാണെങ്കിൽ വായിക്കാൻ പറ്റിയ കഥയാണ്. ഞാനിപ്പോ ആഡ് ചെയ്തോളൂ ഗുഡ്രീഡ്സിൽ. ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. ഞാൻ ആ മറ്റേ 100 Year Old മാൻ്റെ അത് ആഡ് ചെയ്തിട്ടുള്ളൂ. ഉഗ്രസാനാണ്, ഒരു ഫോറസ്റ്റ് കമ്പ് പോലത്തെ കഥയാണത്. ഓക്കെ. ഇങ്ങനെ വേറൊരു സാധനം ഉണ്ട്, റിവെഞ്ച് എടുക്കുന്ന ഒരു കമ്പനി. അത് ഇതുമാരെയാണ് പെറ്റി റിവെഞ്ചുകള്. അതായത് ലോങ് ടേം റിവെഞ്ച് ആണ്. അപ്പുറത്തെ വീട്ടിൽ അപ്പൂപ്പനായിട്ട് അടിയാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അപ്പൂപ്പന്റെ വീട്ടിലേക്ക് ചായുന്നൊരു മരം നടുക. കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ പേര് പോയിട്ട് അപ്പൂപ്പന്റെ ചെടിയൊക്കെ നശിപ്പിക്കും. അതിന് അപ്പൂപ്പൻ നാട്ടിൽ പോകും. പക്ഷെ ഫുൾ പെറ്റി റിവെഞ്ച് ലിമിറ്റഡോ അങ്ങനെ എന്തോ ഒരു ഇത്. ഇതുമാരെ ഇതേമാതിരി ഇറവറൻ. അതുമാതിരി ഇയാളുടെ വേറൊരെണ്ണം ഉണ്ട്, ഒരു സെയിന്റ് ആൻഡ് ഇഡിയറ്റോ അങ്ങനെ. അതും ഇതേമാതിരി ഈ ഫോറസ്റ്റ് ഗംപ് മോഡാണ്. ഒബാമയൊക്കെ മീറ്റ് ചെയ്യുന്നത് ഒരു ഗോഡ് ഫോർസേക്കൺ കൺട്രിയിൽ ഒരു സ്ത്രീയും ഒരാളും ചെന്നെത്തും. ആ സ്ത്രീ എൻഡ് ഓഫ് ദ വേൾഡ് പ്രൊഡിക്ട് ചെയ്തിരിക്കുക. പക്ഷെ കാൽക്കുലേഷൻ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയായിരുന്നു, വേൾഡ് എൻഡ് ആയില്ല. അങ്ങനത്തെ ഒരു കുറെ ദ പ്രോഫിറ്റ്, ദ ഇഡിയറ്റ് ആൻഡ് സംതിങ്. അത് രസമുള്ളൊരു ബുക്ക്. ജോണസൺ ഇസ് ലവ്. ഓക്കെ, വേറെ വല്ലതും ഉണ്ടോ? ഒരെണ്ണം കൂടി, അത് നമുക്കറിയാവുന്നതാണ്. ഡഗ്ലസ് ആഡംസ് ഹിച്ച് ഹൈക്കേഴ്സ് ഗൈഡ് ടു ദ ഗാലക്സി. പക്ഷേ ഞാൻ വായിച്ചതാണ് നേരത്തെ. അപ്പോൾ ഞാനിത് സ്റ്റീഫൻ ഫ്രൈയുടെ ഓഡിയോ ബുക്ക് വേർഷൻ ഉണ്ടായിരുന്നു ഓഡിബിൾ സബ്സ്ക്രിപ്ഷൻ തീർന്നത് അത് വെച്ച് ആഘോഷിച്ചു. നൈസാണ്, ഒരു രക്ഷയില്ല. നരേഷൻ അടിപൊളിയാണ്. നമ്പർ എന്തായിരുന്നു? 42. 42. പിന്നെ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ്. വായിക്കാത്തവർക്ക് എല്ലാവരും വായിച്ചായിരുന്നു വിചാരിക്കുന്നു. അനുഭവം വായിച്ചതല്ലേ? ഞാൻ ഫിലിം കണ്ടോണ്ടിരിക്കുകയാണ്. അതിൽ സ്റ്റീഫൻ ഫ്രൈ ഉണ്ട്, മറ്റേ മാർട്ടിൻ ഫ്രീമാൻ, മോസ്റ്റഫ. അടിപൊളി കാസ്റ്റാണ്, നല്ല രസമുണ്ട്. അല്ല, ആക്ച്വലി ബുക്ക് ഒരു കിടിലൻ ബുക്കാണ്, വായിക്കണം. വായിക്കാത്തവരുണ്ടെങ്കിൽ. വളരെ സാറ്ററിക്കലാണ് സാധനം. അതെ, ആക്ച്വലി സയൻസ് ഫിക്ഷൻ മോഡിൽ കോമഡി, അത് സാറ്ററിക്കൽ കോമഡി പറയുന്ന ഉഗ്രൻ സാധനമാണ്. നല്ല ക്ലാസ്, രാഷ്ട്രീയവും പറയുന്നുണ്ട് അതിൻ്റെ അകത്ത്, നല്ല പോലെ പറയുന്നുണ്ട്. അതിനകത്ത് ഒരു സ്പേസ് റേസ് ഉണ്ട്, അതിന് പേര് വോഗോൺസ് എന്നാണ്. ഒന്നുമില്ല, അതിനകത്ത് നമ്മുടെ ബ്യൂറോക്രാറ്റ്സ് ആണ്. കഥാനായകൻ രാവിലെ എഴുന്നേറ്റിരിക്കുമ്പോഴാണ് കാണുന്നത് പുള്ളിയുടെ വീട് ഡെമോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ എക്സ്കവേഷൻ ക്രൂ വന്നിട്ടുണ്ട് മേയറുടെ ഓഫീസിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് നോട്ടീസ് ഒന്നും കിട്ടിയില്ല എന്ന് അയാൾ പറയുമ്പോൾ പറയും, അത് കുറെ നാളായിട്ട് ഡിസ്പ്ലേയിൽ ഉണ്ടായിരുന്നല്ലോ, മറ്റേ ഏതോ ഒരു ഗാലക്സിയിലെ ഏതോ ഒരു പ്ലാനറ്റിൽ ഡിസ്പ്ലേ കിട്ടിട്ടുണ്ടായിരുന്നു. അല്ലല്ല, ഇയാളുടെ സാധനം, ഈ ഡെമോളിഷൻ നോട്ടീസ് ഡിസ്പ്ലേയിൽ ഉണ്ടായിരുന്നു. അത് അവിടുത്തെ കൗൺസിൽ ഓഫീസിൽ ഉണ്ടായിരുന്നു എന്ന് പറയും. ഇയാൾ കണ്ടുപിടിച്ചായിരുന്നു സാധനം. അത് ബേസ്മെന്റിൽ എവിടെയോ ലോക്കിൽ ഡിസ്പ്ലേയിൽ ഇരിപ്പുണ്ടായിരുന്നു, ലോക്ക് ചെയ്തിട്ട് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പുള്ളി പറയുന്നത്. അത് കഴിഞ്ഞ് ഇത് ഡെമോളിഷൻ നടക്കുന്ന സമയത്ത് തന്നെ എർത്ത് ഡെമോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ക്രൂ വന്നിട്ടുണ്ട് വേറെ പ്ലാനറ്റിൽ നിന്ന്. കാരണം ഒരു സ്പേസ് ഹൈവേ അതിൽ വരുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട്. ഇവൻ്റെ വീട് ഹൈവേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അവന് ഇത്ര നാൾ ഏലിയനാണെന്ന് ഇയാൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ അവരുടെ അഡ്വഞ്ചേഴ്സാണ് ഈ സാധനം. അതിൽ ഡോൾഫിൻസിനെ പറ്റി പറയുന്ന സാധനം, അത് ഗുഡ് ബൈ ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ ഫിഷ്, സോ ലോങ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ ഫിഷ്. അത് വളരെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ബാബേൽ ഫിഷ്, നമ്മുടെ ഏത് ലാംഗ്വേജും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മീനിനെ എടുത്ത് ചെവിക്കകത്ത് വെച്ചാൽ മതി, ലോകത്തുള്ള അതായത് പ്രപഞ്ചത്തിലെ ഏത് ലാംഗ്വേജും ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. അങ്ങനെ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്. പിന്നെ ഈ ടിറ്റുലാർ ഹിച്ച് ഹൈക്കേഴ്സ് ഗൈഡ് ടു ദ ഗാലക്സി, ആ ബുക്കിനെ പറ്റി പറയുന്നുണ്ട്. നല്ല രസമാണ്, ഉഗ്ര സാധനമാണ്. വായിക്കാത്തവരുണ്ടെങ്കിൽ വായിക്കാം. ഓഡിയോ വേർഷൻ നല്ല രസമാണ് കേൾക്കാൻ. ഈ ഡർക്ക് ജെന്റ്ലീസ് ഹോളിസ്റ്റിക് ഡിറ്റക്റ്റീവ് ഏജൻസി ഞാൻ വായിക്കാൻ നോക്കി. എനിക്ക് അത്ര സീരീസ് നല്ല ഇഷ്ടപ്പെട്ടു. സീരീസ് നമുക്കിത് ഇഷ്ടപ്പെട്ടു. I don't know, somewhere I think it felt like they're taking the easy way out. അങ്ങനെ ഒരു ഫീലിംഗ് വന്നു. പക്ഷെ അതൊരു ക്ലിഫ് ഹാങ്ങറിലാണ് എൻഡ് ചെയ്തത്. ഇപ്പം ഐ വാസ് ഹോപ്പിംഗ് there would be more, but there were no more.
ഞാൻ ഇതുപോലെ വൻ ഹൈപ്പായിട്ട് കണ്ട സീരീസാണ് തേഴ്സ്ഡേ മർഡർ ക്ലബ്ബല്ലോ, എന്തൊരു സാധനമല്ലേ? അതായത് പക്ഷെ ഭയങ്കര മോശമായിരുന്നു, അതിന്റെ അഡാപ്റ്റേഷൻ ഭയങ്കര മോശമായിരുന്നു. മൂവിയല്ലേ? മൂവിയാണ്. Badly ഭയങ്കര ബോറായിരുന്നു. എനിക്കും ബോർ ബുക്ക് നല്ലതായിരുന്നു കേട്ടോ, എനിക്ക് ബുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ സീരീസ് ഇഷ്ടമുള്ള ഒരു സീരീസാണ്. പക്ഷെ മൂവി വാസ്, ഞാൻ ആ കാസ്റ്റ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. പക്ഷെ I thought it was a series, it was a movie. ബെൻ കിങ്സ്ലി, പിയേഴ്സ് ബ്രോസ്നൻ അല്ലേ? ഭയങ്കര കാസ്റ്റ് ഹെലൻ ആയിരുന്നു. മിറൻ. എനിക്കൊന്ന് ആ പടത്തിനൊരു മിഡ് പോയിന്റ് ഇല്ലെന്ന് തോന്നുന്നു. ലൈക്ക് 3 ആക്ട് സ്ട്രക്ചറിൽ ഒരു ആക്ട് 1ഉം 3ഉം ഉള്ളെന്ന് തോന്നുന്നു. എന്തോ ഒരു അബ്രപ്റ്റ് ചേഞ്ച് ഉണ്ടായത്. ആദ്യമൊക്കെ നല്ല രസമായിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു, പിന്നെ അങ്ങ് കൈവിട്ടു പോയി. മേ ബി എഡിറ്റ് ചെയ്തായിരിക്കാം. ഡോൾഫിൻസ് എന്ന് പറഞ്ഞപ്പോൾ സ്റ്റാർട്ടർ വില്ലൻ കൂടെ ഞാൻ പരാമർശിക്കട്ടെ. തെറി വിളിക്കുന്ന ഡോൾഫിൻസ് ഉണ്ട്. ജോൺ സ്കാൽസിയുടെ സ്റ്റാർട്ടർ വില്ലൻ ഞാൻ ഇവിടെ പരാമർശിക്കട്ടെ. അതാണ് ജൂറിയുടെ പ്രത്യേക പരാമർശം അർഹിക്കുന്ന ഒരു പുസ്തകമാണ് സ്റ്റാർട്ടർ വില്ലൻ. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്താലോ? അപ്പോൾ ഹാഫ് ഇയർ റൗണ്ടപ്പ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. മലയാളം കഴിഞ്ഞു, ഇംഗ്ലീഷ് കഴിഞ്ഞു. ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും എഴുതാപ്പുറം സൈനിങ് ഓഫ്. സന്ദീപ്, കൃഷ്ണകുമാർ, അനൂപൻ, ലേഖ. ബൈ.